ശ്രീ ലളിതോപാഖ്യാനം ഏകാദശം 11ാമത്തെ കക്ഷ. എന്താ കഥ? മുടങ്ങാതെ 11 ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക, ലളിതാദേവിയുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. അതിന് ഗണപതി ഭഗവാനും മൂകാംബിക അമ്മയും അനുഗ്രഹിച്ച് എത്തിയില്ലേ ഇത്രയൊക്കെ. ഇനി അവിടെ നിന്ന് എത്തിച്ചോളും. നമ്മള് ഇതുവരെ നോക്കിയിരുന്ന ഭാഗം, അതായത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് മോഷണം, സ്ഥേയം എന്നൊരു വിഷയത്തെ കുറിച്ചായിരുന്നു. ആ വിഷയത്തിന്റെ ആ വിഷയത്തിലെ പാപങ്ങളും പ്രായശ്ചിത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോഴാണ് കാഞ്ചീപുരത്തിലെ ഒരു കള്ളന്റെ കഥ പറയാം എന്ന് ബൃഹസ്പതി പറഞ്ഞത് ഇന്ദ്രനോട്. അങ്ങനെ വജ്രകൻ എന്ന ഒരു കള്ളന്റെ കഥയാണ് നമ്മൾ നോക്കിയത്. വജ്രകൻ കാഞ്ചീപുരത്തിലെ വലിയ ധനാഢ്യന്മാരുടെ വലിയ ധനാഢ്യന്മാരുടെ കയ്യിൽ നിന്ന് അല്പാൽപമായി പലപ്പോഴായി ധനമെടുത്ത് കാട്ടിൽ കൊണ്ട് വിളിച്ചു വെച്ചു വന്നു. യാദൃച്ഛികമായി അത് വഴിക്ക് വന്ന കിരാതൻ അത് അല്പാൽപമായി എടുത്തു കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞ സമയത്ത് ഭാര്യ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയുകയും കൂപവാപി തടാകങ്ങളെല്ലാം നിർമ്മിക്കുവാൻ വേണ്ടി പറയുകയും അതുകൊണ്ട് നിർമ്മിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മാത്രമല്ല, ശേഷിച്ച പണം കൊണ്ട് ഒരു കാട് വെട്ടിത്തെളിയിച്ച ഒരു ഗ്രാമം ഉണ്ടാക്കി. ആ ഗ്രാമത്തിന് ദേവരാജൻ എന്ന ഒരു വലിയൊരു ബ്രാഹ്മണ പുരോഹിതൻ അത് ദാനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കെല്ലാം ദാനം ചെയ്യുകയും ആ നഗരത്തിന് ദേവരാജപുരം എന്നൊരു പേരിട്ടു. കാലമായപ്പോൾ കിരാതൻ അപ്പോൾ എന്ത് ചെയ്തു സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ഈ ബ്രാഹ്മണ സേവയിൽ ഇദ്ദേഹത്തിന്റെ ധാർമ്മിക കാര്യങ്ങളിൽ തൃപ്തി വന്ന അന്നത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അദ്ദേഹത്തിന് ദ്വിജവർമാവ് എന്ന ഒരു സ്ഥാനപ്പേര് നൽകുകയും അദ്ദേഹത്തെ ക്ഷത്രിയ, അതായത് സംരക്ഷണം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ക്ഷത്രിയ പദവി നൽകുകയും ദ്വിജവർമാവ് എന്ന് പേരിടുകയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ശീലാവതി എന്ന് പേരിടുകയും ചെയ്തു. അപ്പോ ശേഷം കാലം എത്തിയപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പോഴാണ് വിഷ്ണുവിന്റെയും രുദ്രന്റെയും യമന്റെയും എല്ലാം പാർഷദന്മാരും ഗണങ്ങളും കിങ്കരന്മാരും എല്ലാം വന്ന് യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നാരദ മഹർഷി അവിടെ എത്തിച്ചേരുകയും യുദ്ധം നിർത്താൻ വേണ്ടി പറയുകയും അദ്ദേഹത്തിന് ഒരു വായുരൂപിയായ ശരീരം 12 വർഷത്തേക്ക് കൊടുക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്തത് അദ്ദേഹം ചെയ്ത ചെറിയ ചെറിയ കർമ്മങ്ങളുടെ ഫലമായിട്ട്. അങ്ങനെ ആ യുദ്ധം അവിടുന്ന് ഇല്ലാണ്ട്, ആ യുദ്ധ സമാനമായ സാഹചര്യം ഒഴിഞ്ഞുപോയി. തന്റെ ഭർത്താവിന് വായുരൂപിയായ ശരീരം കൊടുത്തപ്പോൾ ശീലാവതിയോട് പറഞ്ഞു, നീ ഒരു ശീലാവതി തന്നെയാണ്, നിനക്ക് മുക്തിക്കുള്ള അവസരമുണ്ട്, എൻ്റെ ഭർത്താവ് ഇല്ല എന്ന് ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് ശീലാവതി പറയുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഭർത്താവിന്റെ ഭാഗ്യാഭാഗ്യങ്ങളാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗ്യമാണ്, അഥവാ ഭർത്താവിന്റെ ദൈവമാണ്, അഥവാ കർമ്മഫലമാണ് ഭർത്താവിന് ഇങ്ങനെ ശരീരം കിട്ടാൻ കാരണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, അതിന്റെ പരിഹാരമായിട്ട്, ഭർത്താവിന് വേണ്ട പരിഹാരമായിട്ട് ശതരുദ്രീയം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞ് സാക്ഷാൽ നാരദ മഹർഷി ശീലാവതിക്ക് ശതരുദ്രീയം എന്ന വേദ സൂക്തം അഥവാ വേദമന്ത്രം ഉപദേശിച്ചു. ഇതൊക്കെ സൂക്ഷിച്ച് മനസ്സിലാക്കണം കേട്ടോ. ശീലാവതിക്ക് ദേവഋഷിയായ നാരദൻ ശതരുദ്രീയം ഉപദേശിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നൈയില് ഗായത്രി ശിബിരവുമായി ബന്ധപ്പെട്ട് ഗായത്രി ശിബിരത്തിന് പോയിരുന്നു. അപ്പോൾ ഒരാളോട് ചോദിച്ചു, സ്ത്രീകൾക്ക് ഗായത്രി ജപിക്കാൻ പാടുമോ ഒന്ന് ഒരാളെ ചോദിച്ചു. അങ്ങനെ ചോദ്യങ്ങളൊക്കെ, തമാശ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോ ഞാനത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് സ്ത്രീകൾ ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പുരുഷന്മാർ ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്ത്രീക്കും പുരുഷനൊന്നും ജപിക്കാൻ പാടില്ല, മനുഷ്യന്മാർക്കാവാം എന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. അപ്പൊ ഞാനത് പല പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ചോദിച്ച ആള് ആരോടോ പറയുന്നത് കേട്ടു എന്ന് ശിഷ്യന്മാര് പറഞ്ഞു. പറഞ്ഞതൊക്കെ ശരി, പക്ഷെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞൊക്കെ ശരി, ഞാൻ അംഗീകരിക്കില്ല. ആവട്ടെ, നമുക്ക് വിരോധമില്ല, നമ്മൾ തർക്കിക്കാനൊന്നും പോയില്ല. അതായത് ഇവിടെ പുരാണം പറയുന്നത്, അഥവാ ബ്രഹ്മാണ്ഡ പുരാണം അഥവാ ലളിതവാഖ്യാനത്തിൽ പറയുന്നത്, സാക്ഷാൽ ദേവഋഷിയായ നാരദൻ ശീലാവതി എന്ന് പറയുന്ന സ്ത്രീക്ക് വേദങ്ങളിലെ ഏറ്റവും ശക്തമായ ശതരുദ്രീയം ഉപദേശിച്ചു എന്നാണ്. ഇതൊക്കെ വന്ന് മനസ്സിലാക്കിയ ചേര്. അപ്പൊ അങ്ങനെ ശതരുദ്രീയം ആ ജപത്തിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ദ്വിജവർമാവിന്റെ പാപങ്ങൾ മാറി കിട്ടുകയും ചെയ്തു. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടത്. ശരി, അപ്പൊ 124 ശ്ലോകം മുതൽ നോക്കാം നമുക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ തിരക്ക് വരണം, അയച്ചു തരാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ളത് ഏതാ ഈ 2ാമത്തെ അധ്യായം മുഴുവനും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അയച്ചു കിട്ടും. ശരി. ഭർത്തു പ്രിയാർത്ഥേ സങ്കൽപ്യ പരമം വിമുക്തസ്തേയദോഷേണ പൂർവദേഹമപാപസഃ. ഭർത്തുഃ പ്രിയാർത്ഥേ സങ്കൽപ്യ ജജാപ പരമം മനും വിമുക്തസ്തേ ദോഷേണ പൂർവദേഹം അവാപസഃ. അപ്പോ ഭർത്തു പ്രിയാർത്ഥേ, അതായത് ഭർത്താവില്ലാണ്ട് ഞാൻ അങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇത് ശ്രുത്വ, അവളുടെ ഈ വാക്ക് കേട്ടിട്ട് അതിൽ പ്രീതനായിട്ട് നാരദൻ എന്താ പറഞ്ഞത്? പത്യുഹു ശരീരം ഭോഗാർത്ഥകം തത് മമ പ്രഭാവാത് കർമ്മകരം ഭവിത. അതായത് നിന്റെ ഭർത്താവിന്റെ ശരീരം ഭാഗ്യാഭാഗ്യങ്ങൾ നിമിത്തമാണ് ഇങ്ങനെ ശരീരം എടുക്കേണ്ടി വന്നത്. ഞാൻ എൻ്റെ തപശക്തി കൊണ്ട് ഭർത്താവിന് സാധന ചെയ്യുവാൻ കൂടിയുള്ള ശരീരം തരാം. അപ്പൊ ശീലാവതിയെ പോലുള്ളൊരു ഭാര്യയെ കിട്ടിയാണ്ടുള്ളൊരു ഗുണം മനസ്സിലായി. അപ്പൊ നല്ല ഭർത്താവിന് മോക്ഷം കിട്ടണമെങ്കിൽ, തലതിരിഞ്ഞ് നടക്കുന്ന ഒരു ഭർത്താവിന് മോക്ഷം കിട്ടണമെങ്കിൽ ശീലാവതിയായൊരു ഭാര്യ ഉണ്ടായാൽ മതി എന്നൊക്കെയാണ്. ശരി, പരിഹാരം ച വദാമി, ഞാനുള്ള പരിഹാരവും പറഞ്ഞുതരാം. പറയാണ്, സ്നാത്വ, മഹാതീർത്ഥത്തിൽ സ്നാനം ചെയ്ത്, സ്നാത്വ തീർത്ഥസ്നാനം ചെയ്ത്, ഭക്ത്യ, അതായത് ഭസ്മം ധരിച്ച് ശിവനെ നന്നായി ധ്യാനിച്ച്, അതുപോലെ ശതരുദ്രീയം ജപിക്കണം. അങ്ങനെ ജപിച്ചാൽ ഈ എൻ്റെ ഭർത്താവിന്റെ എല്ലാ പാപങ്ങളും മാറിക്കിട്ടും എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഭർത്തുഹു പ്രിയാർത്ഥേ സങ്കൽപ്യ, എവിടെയാ? ഭർത്തുഹു പ്രിയാർത്ഥേ സങ്കൽപ്യ, ഭർത്താവിന്റെ നന്മയ്ക്കായി സങ്കല്പിച്ചുകൊണ്ട്. ഭർത്തുഹു പ്രിയാർത്ഥേ സങ്കൽപ്യ പരമം മനും ജജാപ, അവൾ എന്ത് ചെയ്തു? പരമമായ ആ മന്ത്രത്തെ ജപിച്ചു. മന്ത്രം ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ ലളിതോപാഖ്യാനം ഉപദേശിച്ച ഹയഗ്രീവൻ അഗസ്ത്യ ഋഷിയോട് പറയുന്നു, ദ്വിജവർമാവിന്റെ ഭാര്യയായ ശീലാവതിക്ക് നാരദ മഹർഷി ശതരുദ്രീയം ഉപദേശിച്ചു. തൻ്റെ ഭർത്താവിന്റെ ഹിതത്തിനായിക്കൊണ്ട് നാരദ മഹർഷി പറഞ്ഞ പ്രകാരം ശീലാവതി എന്ന സ്ത്രീ വിധിപ്രകാരം ശതരുദ്രീയം ജപിച്ചു. അടിവരയിട്ടൊന്ന് ഓർമ്മയിൽ വെക്കണം. ശേഷം സഹ ദ്വിജവർമാവ് സ്ഥേയദോഷേണ വിമുക്തഃ പൂർവദേഹം അവാപ, അവളുടെ ഈ തപസ്സിന്റെ ഫലമായിട്ട് ദ്വിജവർമ്മൻ എന്ത് സംഭവിച്ചു? അവൻ മോഷണം എന്ന പാപത്തിൽ നിന്നും വിമുക്തനായി പൂർവശരീരത്തെ പ്രാപിച്ചു. വ്യക്തമായി, വിശദീകരിക്കേണ്ട കാര്യമില്ല, കഥയാണല്ലോ. ശരി, ഇനി നമ്മള് ആ കള്ളൻ എന്ത് പറ്റി എന്നുള്ളതാണ് ഇനി നോക്കാൻ പോണത്. നമ്മൾ താല്പര്യമുള്ള വിഷയം അതാണ്. തത്തോ വജ്രാഭിതശ്ചോര കാലധർമ്മമുപാഗതഃ അന്യേ തദ്രവ്യവന്തോപി
കാലധർമ്മമുപാഗതാഃ യമസ്തു താൻ സമാഹൂയ വാക്യമേതദുവാചഃ ഭവദ്ഭിസ്തു കൃതം പാപം ദൈവാത് സുകൃതമപ്യഭൂത് കിമിച്ഛത ഫലം ഭോക്തും ദുഷ്കൃതസ്യ ശുഭസ്യ വാ ഇതി തസ്യ വചഃ ശ്രുത്വാ പ്രോചുർ വജ്രാദികാസ്തതഃ സുകൃതസ്യ ഫലം ത്വാദൗ പശ്ചാത് പാപസ്യ ഭുജ്യത്തെ പുനരാഹയമോ യൂയം പുത്രമിത്രകളത്രകൈഃ ഏതസ്യൈവ ബലാത് സർവേ ത്രിദിവം ഗച്ഛത ദ്രുതം തേധിരുഹ്യ വിമാനാനി ദ്വിജവർമാണമാശ്രിതാഃ യഥോചിതഫലോപേതാസ് സ്ത്രിവിധം ജഗ്മുരഞ്ജസാ തതഃ വജ്രാഭിരശോരഃ കാലധർമ്മമുപാഗത. സമയമായപ്പോൾ വജ്രകൻ എന്ന കള്ളനും മരിച്ചു. വജ്രകൻ എന്ന കള്ളൻ മരിച്ചു. ശരി, എന്താ സംഭവിച്ചത്? അന്യേ തദ്ദ്രവ്യവന്തോപി കാലധർമ്മമുപാഗത. ഈ വജ്രകൻ ആരുടെയൊക്കെ പണമാണോ അപഹരിച്ചത് അവരും മരിച്ചു, അവരും കാലഗതിയെ പ്രാപിച്ചു. എന്നിട്ടോ തദ് യമഹ തു താൻ സമാഹൂയ ഇതം വാക്യം ഉവാച. യമൻ ഇവരെല്ലാം വിളിച്ചു കൂട്ടി. ആരൊക്കെയാണ്? വജ്രകന്, ബാക്കി അദ്ദേഹം മോഷ്ടിച്ച ആരുടെയൊക്കെ പണമാണോ മോഷ്ടിച്ച എല്ലാവരുടെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഭവദ്ഭിതു കൃതം പാപം ദൈവാത് സുകൃതം അഭൂത്. നിങ്ങള് കുറച്ചൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ പാപം ചെയ്തിട്ടുണ്ട്. നിങ്ങള് കുറച്ച് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കൂട്ടെ കുറക്കൊക്കെ ചെയ്യാം. നിങ്ങള് ഏതാണ്? പാപവും ചെയ്തിട്ടുണ്ട്, പുണ്യം ചെയ്തിട്ടുണ്ട്. ശരി, കിം ഫലം ഭോക്തും ഇച്ഛത. ഇതില് നിങ്ങൾക്ക് ഇപ്പൊ ഏത് ഫലം ഇപ്പൊ ഭോഗിക്കുന്നുണ്ട്? രണ്ടിനും എന്തെങ്കിലും ഫലമുണ്ട്. പുണ്യത്തിന്റെ ഫലമുണ്ട്, പാപത്തിന്റെ ഫലമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സുകൃതത്തിന്റെ ഫലമാണോ വേണ്ടത്? ദുഷ്കൃതത്തിന്റെ ഫലമാണോ വേണ്ടത്? സുഹൃത്തിന്റെ ഫലമാണോ വേണ്ടത്? സുഹൃതം ചെയ്താൽ സുഹൃതമുണ്ട്, ദുഷ്കൃതം ചെയ്താൽ ദുഷ്കൃതമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഫലം വേണ്ടത്? അതായത് ഏതാ വേണ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മാത്രമാണ് വേണ്ടതെന്നല്ല വെച്ചത്, ഏതാണ് ആദ്യം വേണ്ടെന്ന് വെച്ചത്. ഏതാണ് ആദ്യം വേണ്ടത്? നമ്മളൊക്കെ എന്താ പറയാ, അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. ഇതി തസ്യ വചഃ ശ്രുത്വാ. ഇങ്ങനെ യമന്റെ വാക്ക് കേട്ടിട്ട് വജ്രാദികാഹ പ്രോചുഹു. വജ്രകൻ തുടങ്ങിയിട്ടുള്ള വജ്രകൻ എന്ന കള്ളനും മറ്റുള്ള ആളുകൾ എല്ലാവരും കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? സുഹൃതസ്യ ഫലം തു ആദൗ ഭുജ്യത്തെ. ഞങ്ങൾക്ക് പുണ്യത്തിന്റെ ഫലം ആദ്യം തന്നാൽ മതി. പുണ്യത്തിന്റെ ഫലം അത് ആദ്യം തന്നാൽ മതി. ശരി. പശ്ചാത് പാപസ്യ ഭുജ്യത്തെ. അത് ശേഷം ഞങ്ങൾ പാപത്തിന്റെ ഫലം ഭുജിച്ചോളാം. ആദ്യം ഞങ്ങൾക്ക് പുണ്യത്തിന്റെ ഫലം കിട്ടും. ശരി. യമഹ പുനഃ ആഹ ഏതസ്യ ഏവ ബലാത് യൂയം സർവേ പുത്ര മിത്ര കളത്രകൈഹി ദ്രുതം ത്രിദിവം ഗച്ഛ. നിങ്ങൾ ചെയ്ത ഈ പുണ്യത്തിന്റെ ഫലമായിട്ട് നിങ്ങൾ പുത്രമിത്ര കളത്രാദികളോടുകൂടി വേഗം തന്നെ സ്വർഗത്തിലേക്ക് പൊക്കൊള്ളുക. സ്വർഗത്തെ പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങൾ വേഗം സ്വർഗത്തെ പ്രാപിക്കും. തേ ദ്വിജവർമാണം ആശ്രിതാഹ വിമാനാനി അധിരുഹ്യ. ശ്രദ്ധിക്കണേ, ഇവിടെ ചെറിയൊരു പോയിന്റ് പറയാൻ പോവാണ്. അല്ലെങ്കിൽ പതിയെ ഒരു പോയിന്റ് കയറി വരും. തേ ദ്വിജവർമാണം ആശ്രിതാഹ വിമാനാനി അധിരുഹ്യ. അവരെല്ലാവരും തന്നെ ദ്വിജവർമാവിനെ ആശ്രയിച്ച്, വജ്രകൻ എന്ന കള്ളനും ധനാഢ്യന്മാരും എല്ലാവരും മരിച്ച ശേഷം ദ്വിജവർമ്മനെ ആശ്രയിച്ച് ദ്വിജവർമ്മനെ കൊണ്ടുപോകാൻ വന്ന വിമാനത്തിലേറിക്കൊണ്ട് യഥോചിത ഫലോപേതാഹ അഞ്ജസ ത്രിദിവം ജഗ്മുഹു. വേണ്ടതായ ഫലത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലേക്ക് പോയി. ഇവിടെ ഈ ധനാഢ്യന്മാര്
വല്ല പുണ്യം ചെയ്തിട്ടുണ്ടോ? കഥയിൽ പറഞ്ഞിട്ടില്ല. ധനാഢ്യന്മാര് പുണ്യം ചെയ്തവര് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല. വജ്രകൻ ഒരു പുണ്യം ചെയ്തിട്ടില്ല. വജ്രകൻ പുണ്യം ചെയ്തിട്ടില്ല, ചെയ്തതായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാണ്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇവരുടെയൊക്കെ ധനം ഉപയോഗിച്ച് സുകൃതം ചെയ്തത് ദ്വിജവർമാവാണ്. അപ്പൊ ആ ദ്വിജവർമാവിനെ ആശ്രയിച്ച് ഇവരെല്ലാവരും തന്നെ കുറഞ്ഞ കാലത്തേക്കാണെങ്കിൽ പോലും സ്വർഗത്തിലേക്ക് പോയി. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ സ്വർഗത്തിന്റെ പരിഭാഷ ഞാൻ പാരിഭാഷികമായ അർത്ഥമൊന്നും ഞാൻ പറയുന്നില്ല. ശരി. ദ്വിജവർമാഖിലാൻ ലോകാൻ അതീത്യ പ്രമദാസഖഃ ഗാണപത്യമനുപ്രാപ്യ കൈലാസേദ്യാപി മോദത്തെ. അതായത് പ്രമദാസഖ ഇവിടെ ഭാര്യയ്ക്ക് നൽകിയ വിശേഷണമാണ്. ഇതൊക്കെ ഒന്ന് അടിവരയിട്ടൊന്ന് മനസ്സിലാക്കിയുള്ളൂ. പ്രമദാസഖ അതായത് വൈദിക വീക്ഷണപ്രകാരം ഒരു പുരുഷന്റെ ഏറ്റവും അടുത്ത, അഥവാ ഒരു പുരുഷന് വിശ്വസിക്കാവുന്നതും വിശ്വസിക്കേണ്ടതുമായ ഒരേ ഒരു സഖാവേ ഉള്ളൂ, അത് ഭാര്യയാണ്. ഞാനിത് വൈദികമായ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഇനിയിപ്പോ പുതിയ രീതികൾ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതായത് അതുകൊണ്ട് വൈദിക വിവാഹങ്ങളില് അവസാനത്തെ ഒരു ചടങ്ങ് സപ്തപതി എന്ന് പറയുമ്പോൾ സപ്തപതിയിലെ അവസാനത്തെ മന്ത്രത്തിന്റെ ആരംഭം എങ്ങനെയാണ്? സഖേ സപ്തപതി ഭവാ തുടങ്ങുന്ന ഒരു ഋക്കുമല്ലോ. ഇന്ന് മുതൽ നീയാണ് എൻ്റെ ഏറ്റവും അടുത്ത സഖാവ്. ഇത് പുരുഷനും ചൊല്ലണം, സ്ത്രീയും ചൊല്ലണം. പുരുഷൻ സ്ത്രീയോട് പറയാ, ഇന്ന് മുതൽ നീയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവ്. സ്ത്രീയും പറയും, നീ അങ്ങാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. ശരി. ഇത് നോക്കൂ, ഇത് വെറും കഥയല്ല, നിങ്ങൾക്ക് അറിയാം. വേദാർത്ഥ ഉപബൃംഹണമാണ് പുരാണം എന്ന കാര്യം ഇടയ്ക്കെങ്കിലും ഓർമ്മയിൽ വരണം. ശരി. പ്രമദാസഖയായ ഭാര്യയോടുകൂടി അഖിലാൻ ലോകാൻ ആദിത്യ എല്ലാ ലോകങ്ങളെയും കടന്ന് ഗാണപത്യം അനുപ്രാപ്യ കൈലാസേ അദ്യ അപി മോദത്തെ. ഭഗവാൻ ശിവന്റെ ഗണങ്ങളുടെ നായകസ്ഥാനം കൈവരിച്ചുകൊണ്ട്, സാക്ഷാൽ കൈലാസനാഥന്റെ ഗണങ്ങളുടെ നായകത്വം നേടിക്കൊണ്ട് അദ്യ അഭിമോദത്തെ ഇന്നും ആനന്ദത്തോടുകൂടി ഇരിക്കുന്നു. ഓ ഈശ്വര, ദ്വിജവർമാവിനെ പോയി കിരാതനായാലും മതിയായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ ആരാന്റെ വഴിന്ന് വീണ് കിട്ടിയ പൈസയാണെങ്കിൽ അത് വെച്ചിട്ട് കുറഞ്ഞ പക്ഷം ജയലക്ഷ്മി പോയി സാരിയെങ്കിലും വാങ്ങാൻ നമുക്ക് തോന്നില്ലേ? അതിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ആവില്ല, ദ്വിജവർമാവില്ല, അത്രയേ ഉള്ളൂ. ശരി. ശേഷം അടുത്ത് നോക്കാം. 132 ഇന്ദ്ര ഉവാച. അപ്പൊ ആ ഭാഗം അവിടെ നമ്മൾ കഴിയട്ടോ. അതായത് ആ ഭാഗം അവിടെ കഴിയണം. എന്നിട്ട് അടുത്ത് പറയാം, താരതമ്യ വിഭാഗം ച കഥയസ്വ മഹാമതേ സേതുബന്ധാതികാനാം ച പുണ്യാനാം പുണ്യവർദ്ധനം. ബൃഹസ്പതിരുവാച പുണ്യസ്യാർദ്ധഫലം പ്രാപ ദ്വിജവർമാ മഹായശാഃ വജ്ര പ്രാപ തദർദ്ധം തു തദർദ്ധേന യുതാ പരേ മനോവാക്കായ ചേഷ്ടാഭി ചതുർധാ ക്രിയത്തെ ക്രിയാ വിനശ്യേതേന തേനൈവ കൃതൈസ്തത്പരിഹാരകൈഃ. ഞാൻ മാത്രമേ ചൊല്ലുന്നുള്ളൂ, കൂട്ടത്തിൽ ചൊല്ലണം. ഒന്നും ചൊല്ലി കേൾക്കണം, ഒന്ന് ചൊല്ലുന്നത് നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. ശരി. അപ്പോ ഇവിടെ ഇന്ദ്രൻ പറയാണ്, ഇപ്പോ കഥ കേട്ടു, ഇനിയിപ്പോ അതിനൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തണമല്ലോ. നമ്മൾ കഥ കേൾക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, എന്തോ പറയണ്ടല്ലോ. താരതമ്യ വിഭാഗശ്ച കഥയസ്വ മഹാമതേ. ഇന്ദ്രൻ പറയാണ്, ഹേ ബൃഹസ്പതി, അല്ലയോ ഗുരുനാഥ, പുണ്യവർദ്ധന, അതായത് വിശേഷണമാണ്, പുണ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നവനെ, മഹാബുദ്ധിമാനെ,
കൃതവർമാവ് അല്ല ദ്വിജവർമാവ് ചെയ്തിട്ടുള്ള പുണ്യങ്ങളുടെ താരതമ്യത്തെ അവിടെ നിന്നൊന്ന് പറഞ്ഞു തരണം. അദ്ദേഹം കുറെ പുണ്യങ്ങൾ ചെയ്തു, അതിനെ ഒന്ന് വേറെ വേറെയാക്കി ഒന്ന് പറഞ്ഞു തരണം. ഓരോന്നിന്റെ പുണ്യം, ഓരോന്നിന്റെ കർമ്മത്തിന്റെ ഫലം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരണം വിസ്തരിച്ച്. കഥ ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലായി. പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ പുണ്യകർമ്മങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു താരതമ്യം പറഞ്ഞു തന്നാൽ എനിക്ക് വലിയ ഉപകാരമായി. ബൃഹസ്പതി പറയാണ്, പുണ്യസ്യാർദ്ധബലം പ്രാപ ദ്വിജവർമ്മ മഹായശാഹ. ദ്വിജവർമ്മൻ പുണ്യസ്യ അർദ്ധബലം പ്രാപ. കിരാതൻ, ഇനിയിപ്പോ കിരാതൻ എന്ന് പറഞ്ഞുകൂടാ, ആരാ? ദ്വിജവർമ്മനാണ്. ദ്വിജവർമ്മന് ഈ കുളവും കിണറും ഒക്കെ കുഴിക്കാനോ അല്ലെങ്കിൽ സേതുബന്ധമൊക്കെ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ശാർങ്കിയുടെ ബിംബമൊക്കെ പ്രതിഷ്ഠിക്കാനൊക്കെ ഉള്ള പണം ഇടുന്ന കിട്ടിയത്. തീർച്ചയായും വജ്രകൻ എന്ന കള്ളൻ മോഷ്ടിച്ച അത് കിടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു, അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു. എന്താ പറയണത്? ദ്വിജവർമ്മ പുണ്യസ്യ അർദ്ധഫലം പ്രാപ. അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ പകുതി ഫലം കിട്ടി. ഇതാണ് ആരാന്റെ പോക്കറ്റ് കിടക്കണം. പൈസ എടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ വിടുന്നു വിചാരിക്കേണ്ട, പകുതി പ്രതീക്ഷിക്കാം. നാളെ നമുക്ക് ഇറങ്ങി പുറപ്പെടാം. മനസ്സിലായില്ലേ? ശരി. വജ്രഹ തു തദർത്ഥം പ്രാപ. വജ്രകനോ ദ്വിജവർമാവിന് എത്ര പുണ്യം കിട്ടിയോ അതിന്റെ പകുതി കിട്ടി. ആലോചിക്കുക, നമ്മളൊരു കർമ്മം ചെയ്തതിന്റെ ഫലം. ഞാൻ എവിടുന്ന് പോയി 10 രൂപ മോഷിച്ചു, അല്ലെങ്കിൽ 100 രൂപ മോഷിച്ചു, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് വീട് കിട്ടി. അതൊരു കള്ളൻ മോഷിച്ചായിരുന്നു, ഞാൻ അവിടെ 100 രൂപ എടുത്തു. ആ 100 രൂപ ഞാൻ ഉപയോഗിച്ചില്ല. 100 രൂപ കൊണ്ട് ഞാൻ എന്തായി? ഒരാൾക്ക് ഒരു ഊണ് മേടിച്ചു കൊടുത്തു, ഒരു കുഴിമന്തി മേടിച്ചു കൊടുത്തു. അതൊക്കെയാണല്ലോ ഫാഷൻ. അപ്പോ അയാളുടെ വയറൊക്കെ നിറഞ്ഞു, അയാൾക്ക് സന്തോഷമായി. ശരി, അപ്പൊ ഞാൻ മരിച്ച ഉറക്കത്ത് പോയി, അല്ലെങ്കിൽ മരിച്ച ഇടത്തിപ്പോ എന്റെ ഫലമൊക്കെ എനിക്ക് കിട്ടുമല്ലോ. ആ സമയത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ ഇങ്ങനെ 100 രൂപ ഇവിടുന്നാണല്ലോ കിട്ടിയിട്ടുള്ളത്, എന്താ ചെയ്യാം? അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ 50 രൂപയുടെ ഫലം നിങ്ങൾക്ക് ഉണ്ട്, 100 രൂപയുടെ ഫലം ഇല്ല. 100 രൂപയുടെ ഫലമില്ല, 50 രൂപയുടെ ഫലമുണ്ട്. അപ്പൊ ചോദിച്ചു, അല്ല ഞാൻ ഏതൊരു കള്ളന്റെ കയ്യിൽ നിന്നാണോ മൂട്ടിച്ചത് അവനെന്ത് കിട്ടും? അവന് ഈ 50ന്റെ 25 അവന് കിട്ടും. ഈ 50 നിങ്ങൾക്ക് ഫിക്സഡാ. പക്ഷെ അവന് ഇതിന്റെ ഒരു പകുതി കിട്ടുള്ളൂ. അപ്പൊ 25% അവന് കിട്ടുള്ളൂ. മനസ്സിലായി? ശരി. തദർദ്ധേയുത. ഇത് പറയാണ്, പരേ തദർദ്ധേന യുത. ഇനി മറ്റുള്ളവർ, ഈ ധനാഢ്യന്മാര് അവരുണ്ടല്ലോ, അവര് ഇതിന്റെയും പകുതി കിട്ടും. ആരുടെ? വജ്രകന് കിട്ടിയതിന്റെയും അതിന്റെ പകുതി ആർക്ക് കിട്ടും? ഈ മറ്റുള്ളവർക്ക്. കാരണം അവര് സ്വപ്നേപ്പ് വിചാരിച്ചിട്ടില്ല വല്ല പുണ്യം ചെയ്യണമെന്ന്. വജ്രകൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ വജ്രകൻ അതൊന്ന് വെച്ചതുകൊണ്ടാണ് ഇദ്ദേഹം അത് എടുത്തു കൊണ്ടുപോയി പുണ്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ആചാര്യൻ പറയാൻ പോകുന്ന എന്താണ്? സ്ഥേയം, മോഷണം ചെയ്താലുള്ള ഫലത്തെ, അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗം എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. ശരി. എന്നിട്ട് അടുത്ത് പറയാണ്, മനോ വാക്കായ ചേഷ്ടാഭിഹി. മനസ്സ്, വാക്ക്, ശരീരം, ചേഷ്ടകൾ, അതാ പ്രവൃത്തികൾ. ചതുർധ ക്രിയത്തെ, 4 വിധത്തിൽ. തേന കൃതൈഹി തത് പരിഹാരകൈഹി. അതായത് ശരീരം കൊണ്ട് ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ശരീരം കൊണ്ട് ചെയ്യണം. വാക്കുകൊണ്ട് ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരീരം കൊണ്ട് ചെയ്യേണ്ട, വാക്കുകൊണ്ട് ചെയ്താൽ മതി. മനസ്സിലായി? ഈശ്വര, ഞാന് ഒരു കാര്യമില്ലാണ്ട് ആ മുതിർന്ന ശ്രീനിവാസനെ ഒരു 100 ആളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഒരുപാട് അസഭ്യം പറഞ്ഞ് ചീത്ത പറഞ്ഞ് കണ്ടുപിടിച്ചു. ഞാൻ അയാളുടെ ആചാരണമൊന്നുമല്ല. ഞാൻ ശ്രീനിവാസൻ സാധാരണ മനുഷ്യൻ, കുറച്ച് പ്രായമുള്ള ഒരാളാണ്. ഞാൻ അയാളെ അത്ര പ്രായം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്തോ ദേഷ്യം വന്നപ്പോൾ ഞാൻ വയതൊന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അത് കഷ്ടായിപ്പോയി. പിന്നീടാണ് അതൊരു പാപമാണ് എന്ന് ഇതൊക്കെ നോക്കി മനസ്സിലായത്. അപ്പൊ ഇനി ഇപ്പൊ എന്താ പ്രായശ്ചിത്തം? ഗുരുവായൂരപ്പ, ഞാനൊരു ശാരീരപ്രദർശനം ചെയ്യാം. അപ്പോ അത് പ്രായശ്ചിത്തമാണോ? ഇത് പ്രകാരം വാക്കുകൊണ്ട് പാപം ചെയ്ത പ്രായശ്ചിത്തം എന്തുകൊണ്ടെന്നാണ് പറഞ്ഞത്? വാക്കുകൊണ്ട്.
ശരീരം കൊണ്ട് ചെയ്ത പാപത്തിന് ശരീരം കൊണ്ട്, മനസ്സിലായി? മനസ്സുകൊണ്ട് ചെയ്ത പാപത്തിന് മനസ്സുകൊണ്ട്. ശരി, അതിലൂടെ മാത്രമേ ആ പാപം നശിച്ചു പോവുള്ളൂ എന്ന്. തത് പരിഹാരകൈഹി വിനശ്യേത്, അതിലൂടെ മാത്രമേ ആ പാപം നശിച്ചു പോവുള്ളൂ. ശരി, ഇതാണ് ഇവിടെ ഈ കഥ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോ ഏതാണെങ്കിലും നമ്മള് സ്ഥേയം എന്ന ഒരു വിഷയത്തിന്റെ കഥാഭാഗമാണ് പറഞ്ഞു വന്നത്. ഇതിന്റെ ഇടയിൽ പെട്ടെന്നൊരു ഓർമ്മ വന്ന ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടതല്ല. അതായത് പാപം ചെയ്തത് ഇന്ദ്രനാണ്. ഇത് എവിടെ ഈ ദുർവാസാവിന്റെ കയ്യിൽ നിന്ന് മാല, ദുർവാസാവിന്റെ കയ്യിലുള്ള ദേവിയുടെ മാലയെ അപമാനിച്ചത് ഇന്ദ്രനാണ്. ഇന്ദ്രനാണല്ലോ അപമാനിച്ചത്. ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിന്റെ ഈ ശിക്ഷ അനുഭവിക്കണത് എന്തിനാ? ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാര്, ഇവരൊക്കെ എന്തിനാ അനുഭവിക്കണത്? അത് 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 ശരിയാണോ? അല്ലെ? ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ലോകത്തിരിക്കുന്ന ഒരു രാജാവാണ് എന്നൊന്നും ധരിക്കണം. ഇവിടെ ഇന്ദ്രൻ ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഇന്ദ്രൻ ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. ഇനി വേദങ്ങളിൽ ആത്മാവിനെ ഇന്ദ്രൻ എന്ന് പറയും. ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണോ? ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണല്ലോ അല്ലേ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേരാണ് വിഷ്ണു. എന്റെ വിഷ്ണോ കർമാണി പശ്യതോ വ്രതാനി പസ്പശേ ഇന്ദ്രസ്യ യുജ്യ സഖാ, ഋഗ്വേദത്തിലെ മന്ത്രമാണ്. അല്ലയോ ഹേ ആത്മൻ, ഹേ ജീവൻ, ജീവാത്മാവിനെ വിശേഷിപ്പിക്കുക. അല്ലയോ ഇന്ദ്ര, ഇന്ദ്ര നീ വിഷ്ണുവിന്റെ കർമ്മങ്ങൾ, വിഷ്ണു എന്തൊക്കെയാ പണിയെടുക്കണത്, നീ ഞാനൊന്ന് കണ്ട് പഠിക്കുക. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അവനാണ് എന്ന് വേദം പറയുന്നുണ്ട്. അവിടെ അപ്പൊ ഇന്ദ്രൻ ആരാണ്? ഇന്ദ്രൻ ഞാനാണ്. അപ്പൊ ഞാൻ ഏത് ആനപ്പുറത്താ കയറിയിരിക്കുന്നത്? ഞാൻ അഹങ്കാരമായ ആനപ്പുറത്താ കയറിയിരിക്കുന്നത്. അപ്പൊ ഞാനെന്ന് പറയുന്ന ആത്മാവ് പാപം ചെയ്താൽ എന്റെ ജാഗ്രത് ലോകവും എന്റെ സ്വപ്ന ലോകവും എന്റെ സുഷുപ്തിയും എന്റെ ഭൂതവും എന്റെ ഭാവിയും എന്റെ വർത്തമാനവും എഫക്റ്റഡ് ആവുമോ ഇല്ലയോ? ഇതാണ് ഈ ഇന്ദ്രൻ പാപം ചെയ്തപ്പോൾ ഇന്ദ്രൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും എല്ലാം ഇത് അനുഭവിച്ചു എന്ന് പറയുന്നതിന്റെ താല്പര്യം. ശരി, പെട്ടെന്നൊരു ചോദ്യം ഓർമ്മ ഒന്നുകൂടി പറഞ്ഞതാണ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അതിന്റെ ഹെഡിങ് കണ്ടില്ലേ? മദ്യവിഭാഗേ ഗ്രാഹ്യാഗ്രാഹ്യ വിചാര. അതായത് ഏതൊക്കെ തരത്തിലുള്ള നമുക്ക് മദ്യം കഴിച്ചാൽ എന്തൊക്കെ ഫലം എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. ഓം ഇന്ദ്ര ഉവാച ആസവസ്യ തു കിം രൂപം കോ ദോഷഃ കശ്ച വാ ഗുണഃ അന്നദോഷകരം കിന്തു തന്മേ വിസ്തരതോ വദ. ഇന്ദ്രൻ പറയാണ്, ആസവസ്യ തു കിം രൂപം. മദ്യം, ആസവം എന്ന് പറഞ്ഞാൽ മദ്യം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാക്കോ? സംശയമൊന്നും വേണ്ട, ആസവം എന്ന് പറഞ്ഞാൽ മദ്യം തന്നെയാണ്. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ആസവങ്ങൾ കോട്ടക്കൽ ആര്യശാല ഇറക്കുന്നുണ്ടല്ലേ? അതിൽ തന്നെ ഇനിയൊരു ഇത് പറഞ്ഞുതരാം. കോട്ടക്കൽ ആയുധശാല പോലുള്ള സ്ഥാപനങ്ങൾക്ക് പല അരിഷ്ടങ്ങളും ആസവങ്ങളും ഇറക്കണമെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുൻകൂർ അനുവാദം വേണം. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. ആ അനുവാദം ഇല്ലാണ്ട് ഇറക്കാൻ പറ്റില്ല. ദ്രാക്ഷാരിഷ്ടാണെങ്കിലും വിപല്യാസമാണെങ്കിലും ഇതൊക്കെ ഇറക്കണമെങ്കിൽ അതെല്ലാം സെൽഫ് ജനറേറ്റഡ് സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് അതിനെയൊക്കെ എന്താ എൻ്റെ അവർ പറയണത്? അതെനിക്ക് നല്ല അടുത്തറിയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതൊക്കെ എന്താണ്, ആസവായിട്ടാണ് അല്ലെങ്കിൽ മദ്യമായിട്ടാണ് കണക്കാക്കുന്നത്. രോഗിക്കാവാം, അല്ലാത്തവർക്കല്ല. ശരി, അപ്പൊ ഈ മദ്യത്തിന്റെ രൂപം എന്തൊക്കെയാണ്? ദോഷഃ കോ ദോഷഃ, എന്താണ് അതിന്റെ ദോഷം, എന്താണ് അതിന്റെ ഗുണം? ശരി, അന്നദോഷകരം തുക്കിം. അന്നദോഷകരമായത് എന്താണ്? അതായത് ഈ ആസവം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, അന്നമയമായ ശരീരത്തിനുണ്ടാകുന്ന ദോഷം എന്തൊക്കെയാണ്? ഇതെല്ലാം മദ്യം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വിസ്തരിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം. ബൃഹസ്പതി പറയാണ്. ഇനി കുറെ ചാരായത്തിന്റെ പേര് പറയാൻ പോവാട്ടോ. ചാരായം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ആൾക്കാർക്ക് അറിയില്ല. ഒരു എന്താ പറയാ, ദേശി ശരാബ്, അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അതെ, ബൃഹസ്പതി പറയാം. പൈഷ്ടികം താലജം കൈരം മാധൂകം ഗുഡസംഭവം ക്രമാന്യൂനതരം പാപം
തദർദ്ധാർദ്ധതരസ്തഥാ വർജ്യമാദ്യം സദാ സർവൈ ആദ്യയുഗ്മം നൃപസ്ത്യജേത് തൃതീയാമപി വൈശ്യസ്തു ശൂദ്രോപ്യാദ്യദ്വയം തഥാ തൃതീയാദി ത്രിവർണാനാം ആസവം പേയമുച്യത്തെ സ്ത്രീണാമപി തൃതീയാദി പേയം സ്യാത് ബ്രാഹ്മണീം വിനാ പതിഹീനാ ച കന്യാ ച त्यजेत् धृतुमधि तथा अभर्तृ सन्निधौ नारी मद्यं पिबति लोलुपा उन्मादिनीति साख्याता तां त्यजेदन्त्यजामि वा दशाष्ट षट्शतस्रस्तु द्विजातीनामघं भवेत् स्त्रीणामपि तदर्धं स्यात् पादं स्यात् ഭർത്തൃസംഗമേ. ഒരു അന്തം വരെ എത്തിക്കാച്ചിട്ട് അത്രയും ജോലി ചെയ്തു. ശരി, അപ്പോ ഇനി മദ്യങ്ങളുടെ പേര് കേട്ടോളൂ. പൈഷ്ടികം, താലജം, കൈരം, മാതൂകം, ഗുണസംഭവം. ബൃഹസ്പതി പറയാണ്, പൈഷ്ടികം നെല്ല് അഥവാ ധാന്യങ്ങള്, ഈ ധാന്യങ്ങള് അരച്ച് ഫെർമെന്റ് ചെയ്ത് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ചാരായം, മദ്യം, അതിന് പറയുന്ന പേര് പൈഷ്ടികം. ഇനി സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയട്ടെ. കുളാർണവ തന്ത്രം എന്നൊരു തന്ത്രമുണ്ട്. ഒന്നും കേട്ട് പഠിക്കണ്ട. കുളാർണവം. ഈ കുളാർണവത്തില് നിരവധി മദ്യങ്ങളുടെ പേരുണ്ട്. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുണ്ട്. ഇതിൽ ആരെങ്കിലും ഇതിലൊക്കെ മറ്റേ എന്താ പറയാ, ഈ ഡിസ്റ്റിലറി ഒക്കെ ഉണ്ടെങ്കിൽ ഉടമസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമൊക്കെ വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പൊ റെഫറൻസിന് പുസ്തകമാണല്ലോ കുളാർണവ തന്ത്രം. അതിൽ പറഞ്ഞിരിക്കണമൊക്കെ ദേവിക്ക് തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരി, അപ്പൊ പൈഷ്ടികം അതായത് ധാന്യങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന വാറ്റി ഉണ്ടാക്കുന്നത്. ശരി, താലജം, താലജം, താലവൃക്ഷം, താലവൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ പഴങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചാരായം. കൈരം, കൈരം തെങ്ങുംകള്ള്, കേരവൃക്ഷത്തിൽ ഉണ്ടാക്കുന്നത് തെങ്ങുംകള്ള്. ശരി, മാധുകം അതായത് മധുകത്തിൽ ഉണ്ടാക്കുന്നത്. മധുകം എന്ന് പറഞ്ഞാൽ ഇലിപ്പ എന്നൊരു മരമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇരിപ്പ എന്നും ഇലിപ്പ എന്നൊക്കെ പറയും. സർപ്പത്തിന് വലിയ പ്രിയപ്പെട്ട ഒരു മരമാണ്. അതിന്റെ അടുത്ത് എപ്പോഴും പാമ്പുണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ എവിടെയെങ്കിലും ഇലിപ്പ ഉണ്ടെങ്കിൽ അപ്പ ആൾക്കാർ വെട്ടിക്കളയുന്നത് എപ്പോഴും. അത് ഹോമത്തിനൊക്കെ അതിന്റെ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. വളരെ കേമാണ് വെച്ചാൽ അതിന്റെ പഴങ്ങളൊക്കെ ഉണക്കി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ശാകല്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇലിപ്പ കാതൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നല്ല കാതലുള്ള മരമാണ് ഇലിപ്പ. അപ്പൊ അതിന്റെ പഴം അതിമധുരമാണ്. വെറും മധുരല്ല, അതിമധുരമാണ്. പക്ഷെ അത് നമ്മൾ കഴിക്കാറില്ല. പക്ഷെ ജന്തുക്കൾക്കൊക്കെ വലിയ ഇഷ്ടം, പക്ഷികൾക്കൊക്കെ വലിയ ഇഷ്ടം. അതിനുണ്ടാക്കുന്ന അതിന് അതിന് മാദകത്വം വളരെ കൂടുതലാണ് ഇലിപ്പ കൊണ്ടുണ്ടാക്കുന്ന മദ്യത്തിന്. അതെങ്ങനെയാ മാദകത്വം കൂടാന്ന് ആചാര്യനറിയാം? ഗുണസംഭവം, ഗുണസംഭവം. ഗുണം എന്ന് പറഞ്ഞാൽ ശർക്കര, ശർക്കര. അപ്പൊ ഇത് റിയൽ ചാരായം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടാക്കിയിരുന്നില്ലേ? ഇപ്പോഴും ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ എന്താ പറയാ, പ്രസ്റ്റീജ് പ്രഷർ കുക്കറൊക്കെ വെച്ചിരിക്കണേ സിനിമയിലെ കണ്ടിട്ടില്ലേ? അതന്നെ ഗുണസംഭവം. ശരി, ശർക്കര ഉണ്ടാക്കുന്ന. ഇങ്ങനെ ക്രമാത് ന്യൂനതരം പാപം ഭവതി. ഇനി ആദ്യം മുതൽ പറഞ്ഞില്ലേ, പൈഷ്ടികം, താലജം, കൈരം, മാധുകം, അതുപോലെ എന്താ ഗുണസംഭവം. 5 തരത്തിലുള്ള മദ്യ പറഞ്ഞത് അല്ലെ? പൈഷ്ടികം, താലജം, കൈരം, മാധുകം, ഗുണസംഭവം. 5 തരത്തിലുള്ള മദ്യത്തിൽ അതിൽ ഏറ്റവും ഒന്നാമത്തെ മദ്യത്തിന് അത് കഴിച്ച പാപം ഏറ്റവും കൂടുതലാണ്. പൈഷ്ടികം. താലജത്തിന് അത്ര തന്നെ വരില്ല. തെങ്ങുകളിൽ വീണ്ടും പാപം കുറയും, സമാധാനം. അപ്പോ പിന്നെ ഇലിപ്പയ്ക്ക് വീണ്ടും കുറയും. ശർക്കര ഉണ്ടാക്കുന്നത് വീണ്ടും കുറയും. മനസ്സിലായല്ലോ? ക്രമാത് ന്യൂനതരം ഭവതി തത് തഥാ അപ്രകാരം അർദ്ധാർദ്ധതരം പാപം ഭവതി തത് തഥാ അർദ്ധാർദ്ധതരം. അതായത് ഓരോന്നും പകുതി പകുതി പകുതി.
ഇപ്പൊ 100 പാപം പൈഷ്ടികത്തിനുണ്ടെങ്കിൽ 50 പാപം ഏതിനുള്ളൂ? താലജത്തിനുള്ളൂ. പിന്നെ അതിന്റെ പകുതിയെ വരുന്നുള്ളൂ കൈരത്തിന്, അതിന്റെ പകുതിയെ വരുന്നുള്ളൂ മാധുകത്തിന്, അതിന്റെ പകുതിയെ വരുന്നുള്ളൂ ഗൂഢസംഭവത്തിന്, ശർക്കര ഉണ്ടാക്കുന്നതിന്. ശരി, എന്നിട്ട് പറയാണ് ആദ്യം, അതായത് പൈഷ്ടികം, സർവൈഹി സദാവർജ്യം. പൈഷ്ടികം എന്ന് പറയുന്ന മദ്യം എല്ലാവരാലും വർജിക്കപ്പെടേണ്ടതാകുന്നു. അപ്പൊ നിങ്ങൾ തോന്നുന്നത് എന്തിനായി ഇതൊക്കെ പറയുന്നത്? വി ആർ സോ പ്യുവർ. അല്ല, അത് അങ്ങനെ അല്ല എന്നല്ല, എപ്പോഴെങ്കിലും ഒന്നും അല്ല, അങ്ങനെ അല്ലാണ്ടാവാൻ തോന്നിയാലേ അത് നോർമൽ വരാൻ വേണ്ടിയിട്ടാണ്. ശരി, മനുഷ്യന്മാരല്ലേ. അപ്പോ എല്ലാവരും വർജിക്കേണ്ടതാണ്. നൃപഹ ആദ്യ യുഗ്മം ത്യജേത്. രാജാവ്, ഭരണാധികാരി ആദ്യം പറഞ്ഞ 2 മദ്യങ്ങളെയും ഉപേക്ഷിക്കണം. ഭരണാധികാരി ആദ്യം പറഞ്ഞ 2 മദ്യം. ഇവിടെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ റൂളറിന് മാത്രമല്ല, ഒരു സ്ഥാപനം കൊണ്ടു നടക്കുന്ന, ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ബിസിനസ് എംപയറിന്റെ ഹെഡാണ്, നിങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങൾ രാജാവാണ്, അവിടെ ആദ്യത്തെ 2 മദ്യം ഉപേക്ഷിക്കണം. സ്ഥാപനം ഇല്ലാണ്ടായി പോകുന്നതുകൊണ്ടാണ്. ചെയ്ത് തൃതീയം അപ്പി വൈശ്യ, മൂന്നാമത്തെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. വൈശ്യഹാത്തു ത്യജേത്, മൂന്നാമത്തെ മദ്യം വൈശ്യൻ ഉപേക്ഷിക്കണം. 1, 2, 3 വൈശ്യൻ ഉപേക്ഷിക്കണം. പൈഷ്ടികവും താലജവും കൈരവും ആരുപേക്ഷിക്കണം? വൈശ്യൻ ഉപേക്ഷിക്കണം. ശൂദ്ര അപി ആദ്യ യുഗ്മം ത്യജേത്. ശൂദ്രൻ ആദ്യത്തെ 2 ഉപേക്ഷിച്ചാൽ മതി, ബാക്കിയൊക്കെ ആവാം. സമാധാനായി, ശൂദ്രന്മാർക്കൊരു വില ഉണ്ടല്ലോ. ആദ്യത്തെ 2 ഉപേക്ഷിച്ചാൽ മതി, ബാക്കി നിർബന്ധമല്ല. എന്നിട്ട് പറയാണ് തൃതീയാദി ആസവം ത്രിവർണാനാം പേയം ഉച്യത്തെ. മൂന്നാമത് മുതലുള്ള മദ്യങ്ങൾ ത്രൈവർണികന്മാർക്ക് സേവിക്കാമെന്ന് ഒരു പ്രമാണമുണ്ട്, പറയപ്പെടുന്നു. ബ്രാഹ്മണീം വിനാ സ്ത്രീണാം അപി തൃതീയാദി പേയം സ്യാത്. ബ്രാഹ്മണന്റെ ഭാര്യ ഒഴികെയുള്ളവ സ്ത്രീകൾക്കും ഇതെല്ലാം കഴിക്കാം. ഇപ്പൊ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ പോയിട്ട് അങ്ങനെ ഫോട്ടോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ കണ്ടിട്ടില്ലേ? അപ്പോ ബ്രാഹ്മണന്റെ ഭാര്യ ഒഴികെ ബാക്കിയുള്ളവർക്ക് ആവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പുണ്യപാപങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്, ഇതിന് ലൈറ്റായിട്ട് കാണരുത്. ശരി, പതിഹീന കന്യാച്ച ഋതുമതീച്ച ആസവം ത്യജേത്. ഭർത്താവില്ലാത്ത സ്ത്രീയും ഋതുമതി ആർത്തവത്തിലിരിക്കുന്ന സ്ത്രീയും ഇതൊന്നും കഴിക്കാൻ പാടില്ല. ശരി, വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞാണ്. യാ നാരി ലോലുപ അഭർത്തൃ സന്നിധവും മദ്യം പിബതി സാ ഉന്മാദിനി ഇതിക്കാത. ഒരു സ്ത്രീ, ഭർത്താവുള്ള സ്ത്രീയാ, പക്ഷെ ഭർത്താവില്ലാതെ ഒരു സഭയിൽ വെച്ചിട്ട് അടിച്ച് പൂസായി, അവളെ ഉന്മാദിനി എന്നാണ് വിളിക്കുക. മനസ്സിലായി? ഈശ്വര, ഈ ഭഗവതിയുടെ കഥ പറയുന്നവർക്ക് ഇങ്ങനെ മദ്യത്തിനെ കുറിച്ച് ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുകയല്ലേ ആചാര്യന് വേണ്ടത്. പക്ഷെ നിങ്ങൾ തന്നെയാ പറഞ്ഞത് മുഴുവൻ അർത്ഥം പറയണത്, അല്ലെ ഞാനിതൊന്നും പറയാണ്ട് വിട്ടുപോയിരുന്നു, അല്ലെ ഞങ്ങൾക്ക് സംസ്കൃതം അറിയില്ല, ഇന്ന് അതൊന്നും പറഞ്ഞാൽ നന്നായിരുന്നു എന്നൊക്കെ പലരും അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എത്ര വിസ്തരിച്ചാൽ പറയുന്നത്. അല്ലെ ഇതൊന്നും പറയേണ്ട കാര്യം പോലില്ല. മദ്യത്തിന് ഇങ്ങനെ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പറഞ്ഞു പോയാൽ മതി. ശരി, നിങ്ങൾ കാരണക്കാരൻ. ശരി, അപ്പോ താം അന്ത്യജാം ഇവ ത്യജേത്. അവളെ ചണ്ടാലിയെ പോലെ ത്യജിക്കണം എന്നാ. മനസ്സിലായി? ശരി, ദ്വിജാതീനാം, അതായത് ദ്വിജാതി ത്രൈവർണികർ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാര് ശൂദ്രർ. ദശ ഷഡ് ഷഡ് ചതസ്രഹത്തു 10, 8, 6, 4 അഘം ഭവേത്. അതായത് ബ്രാഹ്മണൻ, ആദ്യം നമ്മൾ ബ്രാഹ്മണനെ കൊന്നാൽ ഇത്ര പാപം, വൈശ്യനെ കൊന്നാൽ അത്ര പാപം, ക്ഷത്രിയനെ കൊന്നാൽ അത്ര പാപം എന്ന് പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാ വരുന്നത്. അതായത് ബ്രാഹ്മണൻ മദ്യം കഴിച്ചാൽ 10 പാപം, ക്ഷത്രിയൻ കഴിച്ചാൽ 8 പാപം, വൈശ്യൻ കഴിച്ചാൽ 6 പാപം, ശൂദ്രൻ കഴിച്ചാൽ 4 പാപം. അപ്പൊ ബ്രാഹ്മണൻ മദ്യം കഴിച്ചാലാണ് ഏറ്റവും കൂടുതൽ പാപം. മനസ്സിലായി? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, വിശദീകരിക്കേണ്ട കാര്യമില്ല. സ്ത്രീണാം അപ്പി തദർത്ഥം സ്യാത്. സ്ത്രീക്കും അതിന്റെ പകുതിയെ പാപമുള്ളൂ. സ്ത്രീക്കും അതിന്റെ പകുതിയെ പാപമുള്ളൂ. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ആവശ്യം വരികയാണെങ്കിൽ പിന്നീട് പറഞ്ഞോളൂ. ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ശരി,
അടുത്ത ഭാഗം നോക്കാം. മദ്യം പീത്വാദിജോ മോഹാത് കൃച്ഛ്രം ചാന്ദ്രായണം ചരേത് ജപേഞ്ജായുത ഗായത്രീം ജാതവേദഃ സമേവ വാ അംബികാ ഹൃദയം വാപി ജപേ ചുദ്ധോ ഭവേന്നര ക്ഷത്രിയാദിത്രിവർണാനാം ദ്വിജാദർദ്ധാർദ്ധതഃ ക്രമാത് സ്ത്രീണാമർദ്ധാർദ്ധക്ലിപ്തിः സ്യാത് കാരയേദ്വാദിജൈരപി അന്തർജലേ സഹസ്രം വാ ജപേ ശുദ്ധിം അവാപ്നുയാത്. ഇനി മദ്യം കഴിച്ച ആളുടെ പ്രായശ്ചിത്തത്തെ കുറിച്ചാ പറയുന്നത്. മദ്യം പീത്വാ ദിജോ മോഹാത് കൃച്ഛ്രം ചാന്ദ്രായണം. ദ്വിജഹ മോഹം. അങ്ങനെ ഉണ്ടാവില്ലേ, മനുഷ്യന്മാരല്ലേ. ഞാനൊന്ന് മോഹിച്ചു പോയി. ശിവ ഇപ്പൊ നടക്കുകയാണ്. ഇപ്പൊ നിയമസഭയിൽ അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കൂടിയ മദ്യം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ചർച്ചയൊക്കെ നടക്കണ്ടല്ലോ. അപ്പൊ രാവിലെ മാതൃഭൂമി പത്രമൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ 2 പെഗ് അടിച്ച മട്ട. കാരണം അത്രയും മദ്യങ്ങളെ കുറിച്ചാണ് പറയണത്. ശരി. അപ്പൊ ദ്വിജഹ മോഹാത് മദ്യം പീത്വ, ഏതെങ്കിലും ഒരു ദ്വിജൻ മോഹിതനായി മദ്യം കഴിച്ചാൽ കൃച്ഛ്രം ചാന്ദ്രായണം ചരേത്, കൃച്ഛ്രമെന്നും ചാന്ദ്രായണമെന്നുമുള്ള അത്യധികം പ്രയാസമേറിയ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണം. അത്യധികം പ്രയാസമേറിയ പ്രായശ്ചിത്തം ചെയ്യണം. എന്നിട്ട് പോരാ, അയുത ഗായത്രീം. ഒരു പെഗ് കഴിച്ചാലേ 10,000 ഗായത്രി ജപിക്കണം എന്ന്. ഞാൻ പെഗ് കഴിക്കാണ്ടിരിക്കാനല്ലോ. 10,000 ഗായത്രി ജപിച്ചാൽ ഇതൊന്നും അറിയാതെ പോലും ഗുരുകുലത്തിലുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കാവുന്ന സ്ത്രീകളോ ഭർത്താക്കന്മാരോട് പറയരുതേ. ഒരു പെഗ് കഴിക്കാൻ വേണ്ടി 10,000 അല്ല 10 ലക്ഷം വരെ ഗായത്രി ജപിക്കും. അപ്പോ ശരി, അയുധം ഗായത്രിയും ജാതവേദസം ഏവ. ജാതവേദസ എന്ന് ആരംഭിക്കുന്ന ഒരു മന്ത്രമുണ്ട്. വേദം പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാണ്. ഋഗ്വേദത്തിൽ ജാതവേദസേസു നവാമസോമരാതി യതോ നിദഹാതി വേദഃ സനപരിഷദതി ദുർഗാണി വിശ്വാനാവേവ സന്ധും ദുരിതാത്യഗ്നിഹി. ഒറ്റ മന്ത്ര. അപ്പോ ഈ മന്ത്രവും ഇതേമാതിരി ജപിക്കണം എന്ന് മനസ്സിലായില്ലേ? അപ്പോ ഏതിന്? മദ്യം കഴിച്ചാലുള്ളത്. ഈശ്വര, എന്നെക്കാൾ നല്ല കഴിക്കാണ്ടിരിക്കല്ലേ. അതല്ലെങ്കിൽ അംബികാ ഹൃദയം എന്നൊരു മന്ത്രമുണ്ട്. അംബികാ ഹൃദയം, അതും ജപിക്കാം. അതും ജപിച്ചാലും മതിയാവും. ശരി. ഏവം നരഹ ശുദ്ധ ഭവേത്. ഇങ്ങനെയൊക്കെ ജപിച്ചാൽ അവൻ ഒരു പെഗ് കഴിച്ചതിന്റെ പാപത്തുനിന്ന് മോചിതനാവും. കൃച്ഛ്രം, ചന്ദ്രായണം, 10,000 ഗായത്രി, 10,000 ജാതവേദസ്, 10,000 അംബികാ ഹൃദയം. അപ്പോ ഇവിടെ ഇരിക്കുന്ന ചില സ്ത്രീകൾ ഇങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ എന്റെ നായരൊക്കെ ഇനി എത്ര ജപിക്കേണ്ടി വരും? അപ്പോ ശരി, അപ്പോ കിടക്കട്ടെ. ക്ഷത്രിയാദി വർണ്ണാനാം ക്രമാത്, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങിയിട്ടുള്ളവര് ക്രമമായിട്ട് അർദ്ധാർദ്ധ, അതായത് ബ്രാഹ്മണൻ എത്ര പ്രായശ്ചിത്തം ചെയ്തു അതിന്റെ പകുതി ക്ഷത്രിയനും അതിന്റെ പകുതി വൈശ്യനും അതിന്റെ പകുതി ശൂദ്രനും എന്നിങ്ങനെ ക്രമേണ പ്രായശ്ചിത്തം ചെയ്യണം. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ആരാന്നാ പറഞ്ഞത്? ബ്രാഹ്മണനാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. സ്ത്രീകൾക്കും അതുപോലെ തന്നെയാണ്, പകുതിയാണ് പ്രായശ്ചിത്തം പറഞ്ഞിട്ടുള്ളത്. ശരി. ഇനി സ്ത്രീകൾക്ക് ഈ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതിന് വിധി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഹ്മണന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതി. അതൊരു നല്ല സജഷനാ. കയ്യിൽ 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാഹ്മണനെ വിളിച്ച് കൃച്ഛ്രം ചാന്ദ്രായണൊക്കെ ചെയ്യിപ്പിച്ചാൽ മതി. ശരി. എന്നിട്ട് പറയാണ് അന്തർജലേ സഹസ്രം ജപേത് ശുദ്ധിം അവാപ്നുയാത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് വിശേഷമായൊരു മന്ത്രം ജപിച്ചാൽ പ്രായശ്ചിത്തമായി. അതേതാ മന്ത്രം എന്നല്ലയോ? ആ മന്ത്രത്തിന് പറയുന്ന പേരാണ് അഘമരിഷണ മന്ത്രം. അഘമരിഷണ മന്ത്രം ജലത്തിലിറങ്ങി പര്യാപ്തമായ സംഖ്യ ജപിച്ചാൽ എന്തായി? ഇത് പ്രായശ്ചിത്തമായി. ഋതഞ്ച സത്യഞ്ചാഭിധ തപസോധ്യജായത
തതോ രാത്രിജായത തതഃ സമുദ്രോ അർണവഃ സമുദ്രാദർണവാദതി സംവത്സരോ അജായത അഹോരാത്രാണി വിദദദ്വിശ്വസ്യ മിഷതോ വശേ സൂര്യാചന്ദ്രമസൗ ധാതാ യഥാ പൂർവമകൽപ്പയത് ദിവഞ്ച പൃഥിവിഞ്ചന്തരിക്ഷമതോസ്വഃ. ഇതാണ് അകമനിഷണ മന്ത്രം. ഇത് ജലത്തിൽ ഇറങ്ങി നിന്ന് ജപിച്ചാലും പ്രായശ്ചിത്തമായി എന്ന് ഇത് നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ. അല്ല, എനിക്ക് പെട്ടോട്ടിച്ചിട്ടാണ് ഇത് ഇത്രയും മുഴുവൻ പറഞ്ഞത്. ഇത് പറയേണ്ട കാര്യമില്ല. ശരി, അപ്പോ ഇതാണ് ഇതിന്റെ പ്രായശ്ചിത്തമായി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗം നോക്കാം നമുക്ക്. സമയമായിട്ടില്ലല്ലോ. ഇല്ല. ലക്ഷ്മി സരസ്വതി ഗൗരി ചണ്ഡിക ത്രിപുരാംബിക ഭൈരവോ ഭൈരവി കാളി മഹാശാസ്താംശ മാതരഃ അന്യാശ്ച ശക്തയസ്താസാം പൂജനെ മധുശസ്യത്തെ ബ്രാഹ്മണസ്തു വിനാതേന യജേദ്വേദാന്തപാരഗഃ ഇതരേ മധുനാ ദേവീർ മർച്ചയേയുഫലാർത്തിനഃ തന്നിവേദിതമശ്നന്ത തദന്യന്യാസ്തദാത്മകാ താസാം പ്രഭാവാഗച്ഛന്തി നിർലേപാസ്തേ പരാംഗതിം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ലക്ഷ്മി, സരസ്വതി, ഗൗരി, ചണ്ഡിക, ത്രിപുരാംബിക, ഭൈരവൻ, ഭൈരവി, കാളി, ശാസ്താവ് ഇത്യാദി ദേവതകൾക്കെല്ലാം ഒന്നൂടി പറയാം. ലക്ഷ്മി, സരസ്വതി, ഗൗരി, ചണ്ഡിക, ത്രിപുരാംബിക, ഭൈരവൻ, കാളി, ശാസ്താവ്, അഷ്ടമാതൃക്കൾ തുടങ്ങിയവർക്കെല്ലാം, മറ്റുള്ള ശാക്തേയ ദേവതകൾക്ക്, ശക്തി ദേവതകൾക്ക് താസാം പൂജനെ മധു ശംസത്തെ, അവരുടെ പൂജയിൽ മദ്യം ഉപയോഗിക്കുവാനുള്ള വിധിയുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ പല മീൻസ് ചില പ്രത്യേക സമുദായക്കാരൊക്കെ അവരുടെ എന്താ കുലദേവതയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഒക്കെ പൂജിക്കുന്ന സമയത്ത് മദ്യം, ചില ആൾക്കാരൊക്കെ അവരുടെ വിഷമത്തിൽ വന്ന് പറയാറുണ്ട്, അയ്യോ ഞാൻ അവിടെ പോവാറില്ല, അവിടെ കോഴിയെ വെട്ടും, അവിടെ മദ്യം ഉണ്ടാവും. കാരണം ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഒന്നും ചെയ്യാറില്ല, ഒന്നും ഒക്കെ ഉപേക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇവരെ പറയുന്ന സങ്കടമൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതങ്ങനെ അധമകർമ്മമാണ്, മധ്യമകർമ്മമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം എന്താ? അതൊന്നും ഇവിടുത്തെ ആൾക്കാരായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതല്ല. ശക്തി ഭാവത്തിലുള്ള ദേവതകളെ പൂജിക്കുവാൻ മദ്യം വിനിയോഗിക്കുവാൻ വിധിയുണ്ട്. എപ്പോഴെങ്കിലും അടുത്തൊരു ഏതെങ്കിലും സമയത്ത് ഒരു ചോദ്യമായി നിങ്ങളത് ചോദിച്ചാൽ നമുക്കത് അപ്പോൾ ചർച്ച ചെയ്യാം. നാളെ തന്നെ ചോദിക്കരുത്, നാളെ ചർച്ച ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ചോദിച്ചാൽ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ദേവി ശാക്തേയ സമ്പ്രദായങ്ങളിൽ മദ്യം, പ്രത്യക്ഷ മദ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മദ്യത്തിന്റെ ദാർശനികമായ തലമൊന്നുമല്ല ഞാൻ പറയുന്നത്. മദ്യം, ലിക്കർ എന്തുകൊണ്ട് ദേവി ഉപാസനയിൽ, ദേവി പൂജയിൽ ഉപയോഗിക്കുന്നു എന്ന ഒരു ചോദ്യം ഗൗരവമായി പിന്നീട് എപ്പോഴെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് പറഞ്ഞു തരികയും ചെയ്യാം. അങ്ങനെ സംശയം നിലനിൽക്കരുത്. നാളെ ചോദിക്കരുത്, എന്നാ പിന്നെ അടുത്ത ശനിയാഴ്ച ആവല്ലേ, നമുക്ക് ആലോചിക്കാം. ശരി. വേദാന്തപാരകഃ ബ്രാഹ്മണഃ തു തേ വിന ദേവീം അർച്ചയേത്. അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. വേദാന്തങ്ങളുടെ മറുകര കണ്ട ബ്രാഹ്മണൻ മദ്യം കൂടാതെ വേണം ദേവീ പൂജ നടത്തുവാൻ. ഇതരേ ഫലാർത്ഥിനഃ ദേവീം മധുന അർച്ചയേയുഹു. ബ്രാഹ്മണരല്ലാത്ത മറ്റുള്ളവർക്ക്, ഫലാർത്ഥികൾ അതായത് കൃത്യമായ ഫലം വേണമെന്ന് ഇച്ഛിക്കുന്നവർക്ക് മദ്യം ഉപയോഗിച്ചുകൊണ്ട് ദേവിയെ പൂജിക്കാം. മനസ്സിലായി? ഒരു വിശദീകരണം ആവശ്യമില്ല. തന്നിവേദിതം അശ്നന്തം തദന്യ തദാത്മകാഃ തേ താസാം പ്രഭാവാത് നിർലേപ പരാം ഗതിം ഗച്ഛതി.
ആ നിവേദ്യത്തെ ഭുജിക്കുന്നവർ, ഏത് ദേവിയുടെ അർച്ചിച്ചു, ഏത് മദ്യം കൊണ്ടൊക്കെ ദേവിയെ പൂജിച്ചു, ആ മദ്യം അശിക്കുന്നവർ അല്ലെങ്കിൽ പ്രസാദമായി സ്വീകരിക്കുന്നവർ ആ ദേവിയുടെ ശക്തി കൊണ്ട് പാപമില്ലാത്തവരായി സദ്ഗതിയെ പ്രാപിക്കുന്നു. ഇവിടെ ചെറിയൊരു ആശയക്കുഴപ്പമൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അതെന്താ അത് അങ്ങനെയൊക്കെ? അങ്ങനെ ഈ മദ്യം പാപമാണെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇവിടെ മദ്യം പാപമാണെന്ന് പറഞ്ഞത് ആർക്കാണ് ഏറ്റവും കൂടുതൽ മദ്യം പാപമാവുന്നത്? ബ്രാഹ്മണനാണ് മദ്യം ഏറ്റവും കൂടുതൽ പാപമാവുന്നത്. ക്ഷത്രിയൻ അത്ര തന്നെ പാപം പറഞ്ഞില്ല, വൈശ്യൻ അത്ര പറഞ്ഞില്ല, ശൂദ്രൻ അത്രയും പറഞ്ഞില്ല. അപ്പോൾ എന്നാൽ ഇവിടെ പറഞ്ഞത് ബ്രാഹ്മണന് മദ്യം ഉപയോഗിച്ചുള്ള പൂജ നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. അപ്പൊ അയ്യോ, ഇവിടുത്തെ ആള് ഞാൻ സമുദായത്തിന്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന അമ്പലത്തില്, കോഴിക്കോട് ഇന്ന അമ്പലത്തില് മറ്റേ ഇവിടെ അവരുടെ ഇല്ലത്ത് പൂജിക്കാറുണ്ടല്ലോ, അങ്ങുണ്ടല്ലോ എന്നൊക്കെ, അല്ലെങ്കിൽ ഓരോ സ്ഥലം ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംശയമായിട്ട് ഉള്ളിൽ വരാം. അമ്പലത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ബ്രാഹ്മണന് പാടില്ല, ബ്രാഹ്മണന് മദ്യം കൊണ്ടുള്ള ദേവീ പൂജ പാടില്ല. ഇത് പ്രമാണമാണ്, പ്രമാണമാണ്. അപ്പൊ ചെയ്യുന്നവനോ തീർച്ചയായിട്ടും ബ്രാഹ്മണനല്ല. ലളിതോപാഖ്യാനത്തിന്റെ വീക്ഷണത്തിൽ നിങ്ങൾ പൂണിലിട്ടുണ്ടെങ്കിൽ ശരി, നിങ്ങൾ ഏത് സമുദായക്കാരനാണെങ്കിലും ശരി, മദ്യം ഉപയോഗിച്ചാണ് നിങ്ങൾ ദേവി പൂജ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബ്രാഹ്മണനല്ല. ദേവി ലളിതോപാഖ്യാനത്തിന്റെ വീക്ഷണത്തിലാണ് ഞാൻ പറയുന്നത്. അഥവാ ആരുടെ? ഹയഗ്രീവൻ അഗസ്ത്യന് കൊടുത്ത ഉപദേശത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ശരി, എന്നാൽ മറ്റുള്ളവർക്ക് ഇത് ആവാം എന്നും പറയുന്നു. സോ അപ്പൊ അങ്ങനെ വരുമ്പോ പലർക്കും പല നിയമങ്ങൾ എന്തുകൊണ്ടാണ്? എല്ലാവർക്കും പൊതുവായി ഒരു നിയമം എന്തുകൊണ്ടായിക്കൂടാ? ചോദിക്കട്ടെ, എല്ലാവർക്കും ഒരു നിയമമാണോ വേണ്ടത്? ആധ്യാത്മികമായ വിഷയത്തിൽ എല്ലാവർക്കും ഒരേ നിയമം പ്രായോഗികമാണോ? എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, മഹാഗുരുവാണ്, മഹാഗുരുവാണ്. ഞാൻ ഇങ്ങനൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. അദ്ദേഹം 4 വേദങ്ങളും ഹോമിച്ചിട്ടുള്ള ആളും, മഹാഭാരതം മലയാളത്തിൽ തർജ്ജമ ചെയ്ത, സമ്പൂർണമായും തർജ്ജമ ചെയ്തിട്ടുള്ള ആളാണ്. മലയാളത്തിൽ ശ്ലോകം അടക്കം തർജ്ജമ ചെയ്ത ആളാണ്. ആ തർജ്ജമ മുഴുവൻ ഒരു അമ്പലത്തിൽ അമ്പലത്തിൽ ലൈബ്രറി കൊണ്ടുകൊടുത്തു. ഞാൻ ചോദിച്ചു, എനിക്ക് അതിന്റെ കോപ്പി വരെ കിട്ടൂല, എന്നോട് തരൂല, കിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ എഴുതി തരാം. ഏത് 1,24,000 25,000 ശ്ലോകമുള്ള മഹാഭാരതം എനിക്ക് വേണമെങ്കിൽ വേണ്ടി എഴുതി തരാം. അങ്ങനത്തെ ഒരു മനുഷ്യൻ. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞാണ്, ഈ ജീവിതത്തിൽ, ഈ ജന്മത്തിൽ ഞാൻ ഗായത്രി മന്ത്രം പോലും 108 ജപിച്ചിട്ടില്ല. ഈ ജന്മത്തിൽ ഗായത്രി മന്ത്രം പോലും, ഒരു മന്ത്രവും 108 54 അങ്ങനെ ഞാൻ ജപിച്ചിട്ടില്ല, ഒരു സാധനം ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഗണപതി ഭഗവാനെ രക്ഷിക്കണേ, അല്ലെങ്കിൽ അമ്മയെ രക്ഷിക്കണേ, ദേവി എന്നാ ഒന്ന് പ്രാർത്ഥിക്കാന്നല്ലാണ്ട് ഒരു സാധനം ചെയ്തിട്ടില്ല. അദ്ദേഹം നേരിട്ട് പറഞ്ഞ, ഈ ജന്മത്തിൽ ഞാനൊരു സാധനം ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനും നമ്മളെപ്പോലുള്ളവർക്കും ഒരേ നിയമം മതിയോ സാധനാദി വിഷയങ്ങളിൽ? പോരാ. നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾക്കുള്ള നിയമങ്ങൾ, ആണോ അല്ലേ? അപ്പോ ഈശ്വരീയമായ വിഷയത്തിൽ ബ്രാഹ്മണൻ എവിടെ എത്തി നിൽക്കുന്നു, മറ്റുള്ളവർ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരേ നിയമം സാധ്യമല്ല. അപ്പോ ഈശ്വരി എല്ലാവർക്കും ഉള്ളതല്ലേ? ഈശ്വരി എല്ലാവർക്കും ഉള്ളതല്ലേ? ബ്രാഹ്മണന് മാത്രം ഒരു ഈശ്വരി, വൈശ്യന് വേറെ ഈശ്വരി, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അമ്മ എല്ലാവരുടെയും അല്ലേ? ഇപ്പൊ ഒരു സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക് 4 മക്കളുണ്ട്. ഒരാൾ എഞ്ചിനീയറായി, ഒരാൾ വറകോട്ടിയായി, ഒരാൾ മറ്റേ ഡോക്ടറായി, ഒരാൾ മന്ത്രിയായി. അമ്മയ്ക്ക് എല്ലാവരും ഉറപ്പല്ലേ? വറകോട്ടി മന്ത്രി അമ്മയ്ക്ക് ഒരുപോലെ അല്ലേ? ആണോ അല്ലയോ? അപ്പൊ വറകോട്ടി നമുക്ക് കിട്ടുന്ന എന്താ കൊണ്ട് കൊടുക്കാം? അമ്മയ്ക്ക് വറക് കൊണ്ട് കൊടുക്കും. മന്ത്രി എന്താ കൊണ്ട് കൊടുക്കുക? മന്ത്രി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. ഡോക്ടർ എന്താ കൊടുക്കുക? വിറക് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ 4 പേര് കിട്ടുന്നതും 4 പേര് കൊണ്ട് കൊടുക്കുന്നതും അമ്മ ഒരുപോലെയാണോ സ്വീകരിക്കുക? എടാ, എന്റെ മന്ത്രിയായ മകൻ എനിക്കൊരു കാറ് മേടിച്ചു തന്നു, നീ കൊണ്ടുവന്നത് 10 കിലോ വറകും എന്ന് പറയുന്നവളെ നമ്മൾ അമ്മ എന്ന് വിളിക്കോ? ഇല്ല, ഇല്ല. അപ്പോ ആശയം മനസ്സിലായല്ലോ. ബ്രാഹ്മണൻ എന്തുകൊണ്ട് പൂജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണനെ പൂജിച്ചാൽ അത് വിധിയില്ല, ബ്രാഹ്മണൻ പൂജിക്കേണ്ട വിധി പറഞ്ഞു. അല്ലാത്തവർ പൂജിക്കേണ്ട വിധിയും പറഞ്ഞു. അല്ലാത്തവർക്ക് മദ്യം ഉപയോഗിക്കാം, അതും ദേവി സ്വീകരിക്കും. ഒരിക്കല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല,
ആദിശങ്കരാചാര്യരുടെ പുസ്തകങ്ങളെ കുറിച്ച് ഒരുപാട് ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു ആചാര്യനുണ്ട്. അദ്ദേഹം ഇപ്പം ഇല്ല, പനോളി, വിദ്യാവാചസ്പതി പനോളി, കോഴിക്കോട്ടുകാരനാണ്. നല്ലൊരു വേദാന്ത പണ്ഡിതനാണ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ശങ്കര ഉപനിഷത്ത് ഇൻ ശങ്കരാട്സ് ഓൺ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പുസ്തകത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അതായത് ആദിശങ്കരാചാര്യര് ഉപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും മാത്രമേ ഭാഷ എഴുതിയിട്ടുള്ളൂ. അല്ലാണ്ട് സൗന്ദര്യലഹരിയൊന്നും ആചാര്യസ്വാമികളുടെ അല്ല. അദ്ദേഹം സ്ഥാപിച്ചു. അപ്പൊ ഞാൻ ഈ വിഷയം അപ്പൊ എന്റെ തലയിൽ നിന്ന് കിടന്ന് കളിക്കുക. അപ്പോ ഇത് പറയുന്നത് പനോളിയാണ്. പനോളി സാധാരണക്കാരനല്ല. പനോളി ഒരു ദുരന്തര പണ്ഡിതനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പണ്ഡിതനായിട്ടുള്ള പനോളി ഇങ്ങനെ ശക്തമായി പറയുമ്പോൾ നമ്മളൊന്ന് ഇളകിപ്പോകും. ഇത്രയൊന്നും സാധനം ഉറച്ചിട്ടില്ലാത്തൊരു കാലമാണ്, പഠിക്കുന്ന സമയം. അപ്പൊ ഞാൻ വേറൊരു ആചാര്യന്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഒരു പ്രയാസം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കും. പനോളി സാർ ഇങ്ങനെ പറയേണ്ടത് എന്താ അത്, അങ്ങനെ വരുമ്പോ നമ്മൾ ആകെ വിഷമിച്ചു പോയില്ലേ? അപ്പൊ ആ ആചാര്യന്റെ ഒറ്റ ഉത്തരേ പറഞ്ഞുള്ളൂ. ശങ്കരാചാര്യരെ, ആദിശങ്കരാചാര്യര് പനോലിയുടെ മാത്രം ഗുരുവല്ല, എല്ലാവരുടെയും ഗുരുവാണ്. വേദാന്തികളുടെ മാത്രം ഗുരുവല്ല, ശാക്തേയന്മാരുടെയും ഗുരുവാണ്. വൈദികരുടെ മാത്രം ഗുരുവല്ല, താന്ത്രികരുടെയും ഗുരുവാണ്. അങ്ങനെ വരുമ്പോഴേ ജഗദ്ഗുരു ആവുള്ളൂ. ഇതിന്റെ സംശയം മാറി. മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പൊ എന്തുകൊണ്ട് മദ്യം ഉപയോഗിച്ച് ബ്രാഹ്മണേതര വിഭാഗക്കാർക്ക് പൂജിക്കാമെന്നൊരു ഉത്തരം നമുക്ക് കിട്ടി. ഒരു വിറക് വെട്ടി താൻ വെട്ടിയ വിറകാണ് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക, അമ്മ ഹാപ്പിയാണ്. മനസ്സിലായി? ഒരു ഡോക്ടർ തന്റെ ശമ്പളത്തിന്റെ ഒരു പകുതി ആയിരിക്കും കൊണ്ട് കൊടുക്കുക, അമ്മ ഹാപ്പിയാണ്. കാര്യം മനസ്സിലായില്ലേ? അമ്മ അത് എല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കും, എല്ലാവരും അമ്മയുടെ മക്കളായതുകൊണ്ട്. ശരി, കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത് പറയാൻ പോകുന്ന ശ്ലോകം നിങ്ങൾ വട്ടമിട്ട് വെച്ച് ഈ ശ്ലോകം എഴുതിയെടുത്ത് എപ്പോഴും നിങ്ങളുടെ പോക്കറ്റിലിട്ട് നടക്കുക. ഈ ശ്ലോകം കാണാതെ പഠിക്കാനുള്ളതാകുന്നു. ഈ ശ്ലോകത്തിലേക്ക് എത്തിക്കുവാനാണ് ഈ അധ്യായം പറഞ്ഞിട്ടുള്ളത്. ഏതാ? 148 ഈ ശ്ലോകത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ കഥകൾ അത്രയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ 148 ശ്ലോകം കാണാതെ പഠിച്ചിരിക്കണം. നോക്കാം. ഓം കൃതസ്യാഖില പാപസ്യ ജ്ഞാനതോപി വാ പ്രായശ്ചിത്തമിദം പ്രോക്തം പരാശക്തേ പദസ്മൃതി. കാണാണ്ട പഠിച്ചോളൂ. കൃതസ്യ അഖില പാപസ്യ ജ്ഞാനതഃ അജ്ഞാനതഃ അപിവ. ജ്ഞാനതഃ അറിഞ്ഞുകൊണ്ട്, അജ്ഞാനതഃ അറിവില്ലാതെ ആയിട്ടാണെങ്കിലും, കൃതസ്യ അഖില പാപസ്യ അറിവില്ലാതെയോ അറിവോടുകൂടിയോ ചെയ്യപ്പെട്ട എല്ലാ പാപത്തിനും പരാശക്തേഹേ പദസ്മൃതി പ്രായശ്ചിത്തം ഇദം പ്രോക്തം. സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ പാദങ്ങളെ സ്മരിക്കുന്നതാണ് ഒരേ ഒരു യഥാർത്ഥത്തിലുള്ള പ്രായശ്ചിത്തം എന്ന്. കൃതസ്യ ജ്ഞാനതഃ അജ്ഞാനതഃ, അറിഞ്ഞു ചെയ്താലും ശരി അറിയാതെ ചെയ്താലും ശരി, ചെയ്യപ്പെട്ട പാപങ്ങൾക്കെല്ലാം എന്താ പറയണത്? സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ പാദസ്മരണം. ഇതെങ്ങനെ പറയുമ്പോ എന്ത് തോന്നിയ ദിവസം കാണിച്ച് ഭഗവതി എന്ന് വിളിച്ചാൽ അത് ആവും എന്നൊന്നും ഇതേ ലഘൂകരിക്കരുത്. ഇത് വളരെ ആലോചിക്കേണ്ടത്. ഇത് പറയുന്നത്, ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ബൃഹസ്പതിയാണ്. ബൃഹസ്പതി കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഹയഗ്രീവനാണ്. നമുക്കിത് ഉപദേശിക്കുന്നത് അഗസ്ത്യനാണ്. സോ ആ ലീനിയേജ്, ആ ഋഷി പരമ്പരയും ദേവഋഷിമാരുടെ ആ പാരമ്പര്യത്തേക്ക് നമ്മൾ നല്ലോണം സ്മരിക്കണം. അങ്ങനെ അപ്പൊ ഇതൊരു കാഷ്വൽ സ്റ്റേറ്റ്മെന്റോ ഒരു നമുക്ക് എന്തു തോന്നിവാസവും ചെയ്യാനുള്ള ലൈസൻസോ ഒക്കെ ആയി ഇതിനൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഗുരുനിന്ദയായി തീരും എന്നുകൂടി മറക്കരുത്. അതായത് ജ്ഞാനതഃ അജ്ഞാനതഃ. മനുഷ്യന്മാരാണ്, പിഴവുകൾ സംഭവിക്കാം. പിഴവുകൾ സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ ബോധ്യം വന്നാൽ
സാക്ഷാൽ ഭഗവതിയുടെ പാദങ്ങൾ നിറഞ്ഞ് സ്മരിക്കലാണ് പ്രായശ്ചിത്തം. അടുത്ത ഭാഗം നോക്കാം. ഇത് പറഞ്ഞാൽ തീരില്ല ഈ ഭാഗം, എന്നുവെച്ചാൽ ഇപ്പൊ ഈ ശ്ലോകം നിർത്തുകയാണത്. അനഭ്യർച്ച്യ പരാം ശക്തിം പിബേൻ മദ്യം തു യോധമഃ രൗരവേ നരകേബ്ധാംസ്തു നിവസേത് ബിന്ദു സംഖ്യയാ ഭോഗേച്ഛയാ യോ മദ്യം തു പിബേത്തെ വൃഷലാധമഃ ദ്വിജോ മോഹാനതു പിബേത് ലോഭാദ്വാ കാമതോപി വാ പ്രായശ്ചിത്തം നേവൈവാച്യം ശിലാഗ്നിപതനാദൃത്തെ അനുഗ്രഹാച മഹാതാം അനുതാപാച കർമ്മണഃ അർച്ചനാച പരാശക്തേ രമൈശ്ച നിയമൈരപി ചാന്ദ്രായണേന കൃച്ഛ്രേണ ദിനസംഖ്യാ കൃതേന ച ശുദ്ധ്യത്തെ ബ്രാഹ്മണോ ദോഷ ദ്വിഗുണാത് ബുദ്ധിപൂർവതഃ. അവസാനത്തെ ഭാഗത്ത് പറയാണ്, അനഭ്യർച്ചേ പരാം ശക്തിം പിബേൻ മദ്യന്തു യോധമഃ. പരാശക്തിക്ക്, സാക്ഷാൽ ഭഗവതിക്ക് അർച്ചിക്കാതെ ആരാണോ മദ്യം പാനം ചെയ്യുന്നത് അവൻ രൗരവം എന്ന നഗരത്തിൽ പതിക്കും. ഇനിയിപ്പോ രൗരവം നരകം എന്താണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. കിട്ടിയില്ലെങ്കിൽ ചോദിക്കുമ്പോ പറഞ്ഞുതരാം എന്താണ് ഈ രൗരവം എന്ന് പറഞ്ഞ നരകം എന്നുള്ളത്. ശരി, അതെ, ആ നരകത്തിൽ എത്ര കാലം ജീവിക്കുന്ന പറയണെന്ന് അറിയോ? കുടിച്ച മദ്യത്തില് എത്ര തുള്ളികളുണ്ടോ അത്രയും തുള്ളി അത്രയും കാലം ജീവിക്കുന്നു. ഈശ്വര സഹായിച്ചിട്ട് ആ നരകത്തിൽ നിന്ന് ഇറങ്ങിപ്പോരണ്ടില്ല. അത്രയും കാലം ആ രൗരവം എന്ന് പറയുന്ന നരകത്തിൽ ജീവിക്കും. യഹ ഭോഗേച്ഛയാ മദ്യം പിബേത് സഹ വൃഷലാധമഃ. ആരാണോ മദ്യം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, കയ്യും കാലും വരക്കണമെന്ന് പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അപ്പൊ ഈ ഭോഗേച്ഛയാ യഹ മദ്യം പിബതേ, ആരാണോ മദ്യം കുടിക്കുന്നത് അവര് വൃഷലാധമന്മാരാകുന്നു. വൃഷൽ എന്ന വാക്ക് സാധാരണ ശൂദ്രൻ എന്നാണ് പറയാറ്. ശൂദ്രന്മാരിൽ തന്നെ അധമനാകുന്നു എന്നാണ് അർത്ഥം. ദ്വിജഃ മോഹാത് ലോഭാത് വാ കാമതഃ അപി വാ ന തസ്യ തു ശിലാഗ്നിപതനാത് ഋതേ പ്രായശ്ചിത്തം വാച്യം ന ഏവ. അതായത് ബ്രാഹ്മണൻ കാമം കൊണ്ടോ അല്ലെങ്കിൽ മദ്യം കുടിക്കാതിരിക്കുന്ന ബ്രാഹ്മണന്റെ മഹത്വമാണ് പറയണത്. അതായത് അവന് ഒരു പ്രായശ്ചിത്തം പറഞ്ഞിട്ടില്ല, അതായത് അവന്റെ മഹത്വം പറയാണ്. മദ്യം കുടിക്കാതിരിക്കും. തസ്യത്തു ശിലാഗ്നി പതനാത് ഹൃദയ, ശിലാഗ്നി പതനത്തിൽ നിന്നൊഴികെ പ്രായശ്ചിത്തം അല്ലല്ല ഒരു മിനിറ്റ്, ലോഭാത് വാ കാമതഃ അപി വാ ന പിബേത് തസ്യത്തു ശിലാഗ്നി പതനാത് ഹൃദയ പ്രായശ്ചിത്തം വാച്യം ന ഏവ. അതായത് നല്ലതുപോലെ ഭോഗിക്കുവാനുള്ള ഇച്ഛ കൊണ്ട് മദ്യം ചെയ്യുന്നവൻ ശൂദ്രന്മാരിൽ അധമനാണെന്ന് പറഞ്ഞു. അടുത്ത് പറയാണ്, ബ്രാഹ്മണൻ ലോഭം കൊണ്ടോ മോഹം കൊണ്ടോ സ്വേച്ഛ കൊണ്ടോ മദ്യം കുടിക്കാതിരിക്കുന്ന ബ്രാഹ്മണൻ അവന് ഉയർന്ന പാറയിൽ നിന്ന് ചാടി മരിക്കോ തീയിൽ ചാടി മാത്രമേ പ്രായശ്ചിത്തമുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിൽ എഴുതി ചോദിക്കുക. ഇതിന്റെ വാക്യത്തിന്റെ ഘടനയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. കേട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ശരി, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദേവിക്ക് നിവേദിച്ച മദ്യം ബ്രാഹ്മണന്മാരൊഴികെ എല്ലാവർക്കും കഴിക്കും. ബ്രാഹ്മണന് അതും പാടില്ല. അതും പാടില്ല.
മദ്യം കുടിക്കണമെന്ന തീവ്രമായ ഭോഗേച്ഛ, കുടിക്കൊന്നും വേണ്ട ഒരു ബ്രാഹ്മണൻ, മദ്യം കുടിക്കണം തീവ്രമായ ഇച്ഛ ഉണ്ടായ ബ്രാഹ്മണൻ പാറയുടെ മുകളിൽ നിർത്തി ചാടിയാൽ മതി, കുടിക്കൊന്നും വേണ്ട. മനസ്സിലായി? അപ്പോ അതുകൊണ്ടാണ് ബ്രാഹ്മണനാവുക എന്ന് പറയുന്നത് മെനക്കെട്ട പണിയാണ്, ആവാണ്ടിരിക്കാൻ നല്ലത് എന്ന് ബ്രാഹ്മണന്മാര് പറയുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചെന്നതാണ്. അതായത് സ്വർഗം കിട്ടണമെങ്കിൽ യജ്ഞം ചെയ്താൽ മതി, അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ 100 വർഷം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെത്താം. എന്നാൽ ബ്രഹ്മലോകത്തിലെത്തണമെങ്കിൽ 100 ബ്രാഹ്മണ ജന്മം കിട്ടണമെന്ന്. 100 ബ്രാഹ്മണ ജന്മം കിട്ടണമെന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞ ഈ ബ്രാഹ്മണൻ ആരാണെന്നൊക്കെ നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കുക. ശരി, ഇവിടെ ഞാൻ ജാതിയെ കുറിച്ചല്ല പറഞ്ഞത്. നോക്കൂ, ഒരു അധ്യായം കൂടി, ഒന്നല്ല 2 അധ്യായം കൂടി കഴിഞ്ഞ് 5-ാമത്തെ അധ്യായം മുതലാണ് നമ്മൾ ദേവിയുടെ പ്രത്യക്ഷമായ കഥയിലേക്ക് വരുന്നത്. ഇനിയുള്ള 2 അധ്യായത്തിലും കൂടി കുറച്ച് എനിക്ക് തോന്നുന്നു ആ അധ്യായം 1 സ്പീഡിൽ പോവാൻ തോന്നുന്നു. ഓരോ ശ്ലോകത്തിന്റെ അർത്ഥവും ഇങ്ങനെ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥയൊന്ന് പറഞ്ഞു പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് അനന്തമായി നീണ്ടുപോകും. അപ്പൊ ഞാൻ 3-ാമത്തെ അധ്യായം ചിലപ്പോൾ ഒന്ന് സ്പീഡിൽ പോവും. ഒരു അന്തം വരെ വായിച്ച് അതിന്റെ ഒരു അർത്ഥമോ അല്ലെങ്കിൽ ഭാവമോ മാത്രമേ ഒരു പക്ഷെ പറഞ്ഞു തരുള്ളൂ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം അതിന്റെ അർത്ഥത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പദം മുറിച്ചിട്ടുള്ള അർത്ഥത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പദം മുറിച്ച അർത്ഥത്തിലേക്ക് പോവാതെ ഒരു അന്തം വരെ വായിച്ച് അതിന്റെ ഒരു ഭാവമോ സമഗ്രമായിട്ടുള്ള ഒരു അർത്ഥമോ പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതേസമയത്ത് ദേവിയുടെ കഥ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും പദം മുറിച്ച് തന്നെ പറയേണ്ടി വരും. കാരണം അത് നിങ്ങളുടെ സാധനയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട്. ശരി, അവസാനത്തെ ഭാഗം കൂടി വായിച്ചു നിർത്താം. ഇതി ശ്രീ ബ്രഹ്മാണ്ഡ പുരാണേ ഉത്തരഖണ്ഡേ ഹൈഗ്രീവ സംവാദേ ലളിതോപാഖ്യാന ദ്വിതീയോധ്യായ. അങ്ങനെ ലളിതോപാഖ്യാനത്തിന്റെ 2-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ലളിതോപാഖ്യാനത്തിന്റെ 2-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇനി ഒറ്റ കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്കൊരു 5 മിനിറ്റ് സമയം. നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളോട് ലളിതോപാഖ്യാനം കഴിയുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും ലളിതാ സഹസ്രനാമത്തിന്റെ സാമാന്യമായ അർത്ഥമെങ്കിലും പഠിച്ചിരിക്കും എന്ന് ഞാനൊരു വാക്ക് തന്നിരുന്നു. ഞാനത് മറന്നിട്ടില്ല. അതുകൊണ്ട് ടു സ്റ്റാർട്ട് വിത്ത്, തുടങ്ങാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചു തരാം. നല്ലതുപോലെ നോക്കുക. ഇങ്ങനെ വെച്ചാൽ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഈ ചിത്രം നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ ചിത്രം ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ശരി, നല്ലതുപോലെ നോക്കുക. എന്നിട്ട് ഞാൻ ശ്ലോകം ചൊല്ലാം. സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബിക. ഇനി നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. സിന്ധൂരാരുണ വിഗ്രഹം, സിന്ധൂരം അരുണവർണം അഥവാ ഉദയസൂര്യന്റെ വർണ്ണത്തോടു കൂടിയവളും, സിന്ധൂരാരുണ വിഗ്രഹം. ത്രിനയനാം, 1, 2, 3 കണ്ണുകൾ കാണാണ്ടോ? 1, 2, 3. മാണിക്യമൗലി, കിരീടം, മാണിക്യങ്ങൾ പതിച്ച കിരീടം. താരാനായക ശേഖരം, താര നക്ഷത്രം, നക്ഷത്രങ്ങളുടെ നായകൻ ചന്ദ്രൻ,
താരാനായക ശേഖരം, സ്മിതമുഖീം ചിരിക്കുന്ന മുഖം, ആപീന വക്ഷോരുഹം ഉയർന്ന മാരടങ്ങൾ, ഉയർന്ന മാരടങ്ങൾ, പാണിഭ്യാം അളിപൂർണ വണ്ടിനെ കാണാണ്ടോ, വണ്ടുകളെ കാണാണ്ടോ, ചുറ്റും പറക്കണ വണ്ടുകൾ, അളിപൂർണ രത്ന ചഷകം. ഈ വണ്ട് പറക്കണമെങ്കിൽ വണ്ടിന് പ്രിയപ്പെട്ട എന്തോ ഉണ്ട്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് തേനാണെന്ന് പറയാം, നമുക്കത് പക്ഷേ അമൃത് എന്ന് പറയും നമ്മൾ. അമൃത ചഷകമാണ് ഭഗവതിയുടെ കയ്യിലുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ വണ്ടുകൾ ആരായിരിക്കും ആലോചിക്കണം, ആരായി ഭ്രമരം എന്നൊക്കെ ആവട്ടെ. അളിപൂർണ രത്നചഷകം, രക്തോത്പലം താമര, ചുവന്ന താമര, ബിഭ്രതിയും പിടിച്ചിരിക്കണം. സൗമ്യാം, സൗമ്യാം മനോഹരമായ മന്ദസ്മിതത്തോടു കൂടിയവളാണ്. സൗമ്യാം രത്നഘടം, രത്നഘടസ്ഥ രക്തചരണാം. നോക്കുക, നല്ലപോലെ നോക്കുക. ഭഗവതിയുടെ കാലിരിക്കുന്നത് രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുടത്തിലാണ്. എന്നാൽ കാലിന്റെ നിറം എന്താ? രക്തചരണാം, ചുവപ്പ് നിറത്തിലുള്ള രക്തചരണാം. എന്നാൽ ഭഗവതിയുടെ മറ്റേ കാലോ ചുവപ്പാണോ? സാധാരണയല്ലേ, വെള്ളയാണ്. രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹത് എന്ന ഗുരുക്കന്മാരെ നമ്മൾ പറയാറുണ്ട്. അപ്പോ ഇതാണ് സിന്ധൂരാരണ വിഗ്രഹം എന്നുകൊണ്ട് പറയപ്പെടുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ പ്രഥമ ധ്യാന ശ്ലോകത്തിന്റെ ചമൽക്കാരപൂർണമായ ചിത്രം. ഇനി സ്ക്രീനിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം, നല്ലോണം നോക്കിക്കോളൂ. ഇങ്ങനെ ചിത്രപുരുഷം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇതില് നോക്കൂ, ഇനി പറയുന്ന ഓരോന്നുണ്ട് നോക്കൂ, നിങ്ങൾ നോക്കുക. സിന്ധൂരാരുണ വിഗ്രഹം, ത്രിനയനാം, 3 കണ്ണുകൾ, ത്രിനയനാം, മാണിക്യമൗലി, മാണിക്യം പതിച്ച ശിരസ് അല്ലെങ്കിൽ കിരീടം, ചന്ദ്രൻ, താരാമായക ശേഖരം, സ്മിതമുഖീം, ആപീന വക്ഷോരുഹാം, ഉയർന്നു നിൽക്കുന്ന മാരണം. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ, ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അത് ഞാൻ ഈ രൂപം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആപീന വക്ഷോരുഹാം, പാണിഭ്യാം അളിപൂർണ രത്നചഷകം, രക്തോത്പലം ചുവന്ന താമര, ബിഭ്രതിയും പിടിച്ചിരിക്കുന്ന. സൗമ്യാം, സൗമ്യം രത്നഘടസ്ഥ രക്തചരണാം, ഭഗവതിയുടെ രക്തവർണമായ പാദം എവിടെയാ വെച്ചിരിക്കുന്നത്? രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുടത്തിലാണ്. ധ്യായേത് പരാം അംബികാം, അല്ലെങ്കിൽ എന്താ രത്നഘടസ്ഥ രക്തചരണം ധ്യായേത് പരാം അംബികം, അങ്ങനെയുള്ള സാക്ഷാൽ അംബികയെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് പ്രഥമ ശ്ലോകത്തിന്റെ ധ്യാനം. ഈ ധ്യാനത്തിന്റെ അർത്ഥം ഇനി വേറെ വല്ല അർത്ഥം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോ ഈ ചിത്രത്തെ നിങ്ങൾ നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുക. മനസ്സിലായി? ഇനിയിപ്പോ സിന്ധൂരാരണ വിഗ്രഹം എന്ന് ചൊല്ലുമ്പോ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലയോ? വല്ല പുസ്തകത്തിന്റെ ആവശ്യമുണ്ടോ? ഇത് എന്റെ വാക്കാണ്. ഒരു പുസ്തകത്തിന്റെയും സഹായമില്ലാതെ ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കും. ആയിരം നാമങ്ങളുടെ അർത്ഥവും കരതലാമല ഉള്ളങ്കയിലെ നെല്ലിക്ക പോലെ നിങ്ങൾ പഠിച്ചിരിക്കും. കണ്ടീഷൻ അപ്ലൈ, മുടങ്ങാണ്ട വരണം. ശരി, അപ്പോ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിർത്താം. കുറച്ച് അധികമായി, സമയം കുറച്ചങ്ങനെ കൊണ്ടുപോയി. ഞാൻ എന്താ അധ്യായം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടി സ്പീഡിൽ പോകാനാണ് വിചാരിക്കണം. ശാന്തി മന്ത്രം ചൊല്ലാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.